നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഹൃദയാഘാതവും കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മനു ആറാണ്, MBBS MD DM. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഹൃദയാഘാതമാണ് വിഷയം. ഇതിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഒക്കെയാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കോൾ ഒന്ന് എടുക്കാം. അപ്പോൾ പ്രിയ ശ്രോതാക്കൾ, നിങ്ങൾക്ക് ഈ സംശയങ്ങളിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കാൻ നമ്പർ 0474293111. കോൾ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. പേര് പറയാമോ? എന്റെ പേര് അമൃത. അമൃത, ഡോക്ടറോട് സംസാരിച്ചോളൂ. അമൃത. അതെ, ചോദിച്ചോളൂ. ഹലോ സർ, എന്റെ പേര് അമൃത എന്നാണ്. ഞാൻ വിളിച്ചത്, നമ്മൾ ഈ ഹൃദയാഘാതം വരുന്നത് ഏതൊക്കെ കണ്ടീഷൻസാണ്, ഇതിന് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? അത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണോ, അതോ യങ് ഏജിലായി ഹൃദയാഘാതം സംഭവിക്കുമോ എന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് അറിയാനായിട്ടായിരുന്നു. അല്ല, ഏത് ഏജിലും വരാം. സാധാരണഗതി നമ്മൾ പ്രായമാകുമ്പോഴാണ് ഹൃദയാഘാതം വരുന്നതെങ്കിലും ഇതിപ്പോ ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലും ഹൃദയാഘാതം കാണാറുണ്ട്. ഹൃദയാഘാതം നമ്മൾ സാധാരണ വിവക്ഷിക്കുന്നത് നമ്മൾ അതിന്റെ ടെക്നിക്കൽ ടൈം, അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അത് കൊറോണറി ആർട്ടറീസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഹൃദയത്തിന്റെ പേശികൾ കൊടുക്കുന്ന 3 രക്തക്കുഴലുണ്ട്. ഈ രക്തം തമ്മിൽ തടസ്സങ്ങൾ, ബ്ലോക്കുകൾ ഉണ്ടാവും. ബ്ലോക്കുകൾ വന്ന് രക്തയോട്ടം കുറഞ്ഞ് മുറിവുണ്ടാകുന്നതിന് നമ്മൾ സാധാരണഗതി ഹൃദയാഘാതം എന്ന് പറയുന്നത്. അതല്ലാതെ ഹൃദയത്തെ ബാധിക്കുന്ന വേറെ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇപ്പൊ ചില വൈറൽ പനി വന്നിട്ട് ഹൃദയത്തെ ബാധിക്കാം, മയോകാർഡൈറ്റിസ് വരാം, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഇടുപ്പുകൾക്ക് വ്യതിയാനം വരാം, ഹൃദയത്തിന്റെ പേശികൾക്ക് ബലക്ഷയം വരുന്ന അസുഖമുണ്ട്. പക്ഷെ ഹൃദയമിടിപ്പ് താന്നു പോകുന്ന അവസ്ഥയിലാണ് സാർ ഈ പേസ് മേക്കറിന്റെ സഹായമൊക്കെ. അതെ. ഹൃദയമിടിപ്പ് തീരെ കുറഞ്ഞു പോകുമ്പോൾ രോഗിക്ക് ബുദ്ധിമുട്ടാണ്, ബോധക്കേടൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള രോഗിക്കാണ് ഹൃദയമിടിപ്പ് കൂട്ടാനായിട്ടുള്ള മെഷീൻ ഘടിപ്പിക്കുന്ന പേസ് മേക്കർ. സാധാരണ ഫീമെയിൽസിന് ഏജ് കാറ്റഗറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സർ? ഇല്ല, ഫീമെയിൽസ് പൊതുവെ അവരുടെ മെനോപോസ് ആവുന്നവരെ അവർ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട് ഹൃദയാഘാതം വരുന്നതിൽ, പ്രത്യേകിച്ച് രക്തധമനിയിൽ ബ്ലോക്ക് വരുന്നില്ല. കാരണം അവരുടെ എസ്ട്രോജൻ എന്നുള്ള ഹോർമോൺ ഈ ബ്ലോക്ക് അടിഞ്ഞുകൂടുന്നതിൽ നിന്നും തടസ്സമുണ്ട്. പക്ഷേ ഷുഗറുള്ള രോഗികൾക്കോ അല്ലെങ്കിൽ പുകവലിക്കുന്ന സ്ത്രീകൾക്കോ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. പക്ഷേ മെനോപോസിന് ശേഷം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ സാധ്യതയാണ് ഈ ബ്ലോക്കുകൾ ഉണ്ടാവാനുള്ളത്. ഈ പൾമണറി എഡമ എന്ന് പറഞ്ഞാൽ എന്താണ് സർ? പൾമേഡിയമ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ പമ്പിങ് കുറയുന്ന സമയത്ത് പെട്ടെന്ന് ശ്വാസകോശത്തിലോട്ടുള്ള രക്തം കെട്ടിനിൽക്കുകയും അതുവഴി ശ്വാസമുട്ടൽ ഉണ്ടാവുന്ന കണ്ടീഷനാണ്. അത് ഗുരുതരമായ കണ്ടീഷനാണ്, അടിയന്തര ചികിത്സ വേണ്ട കണ്ടീഷനാണ്. അതാണ് പൾമേഡിയമ എന്ന് പറയുന്നത്. അത് ഹൃദയത്തിന്റെ ഒരുപാട് അസുഖങ്ങളുണ്ട് ഭാഗമായിട്ട് വരാം പൾമേഡിയമ എന്നുള്ള അസുഖം. ഓക്കെ സാർ, ഈ ഹൃദയാഘാതം കൊണ്ട് മാത്രമാണോ പൾമണറി എഡമ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വരാൻ പറ്റുമോ? കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ വരാം. കിഡ്നിക്ക് പ്രോബ്ലം വന്ന് കിഡ്നിയുടെ മൂത്രം പോകുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ശ്വാസകോശത്തിൽ വെള്ളം കെട്ടി രക്തം കെട്ടി തിന്നിട്ട് പൾമേഡിയമ വരാം. കിഡ്നിയുടെ അസുഖമായിട്ട് വരാം. ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറയും. അപ്പോൾ ഹാർട്ടിന് താങ്ങാതാവാതെ വരുമ്പോഴത്തേക്ക് അത് പൾമേഡിയമ വരും. അപ്പം ഈ ഹൃദയാഘാതം മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട് പൾമേഡിയമ വരാം. വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ, നമ്മൾ ഹൃദയാഘാതമാണ്, അതിന്റെ കാരണങ്ങൾ പരിഹാര മാർഗങ്ങളും ഒക്കെയാണ് നമ്മുടെ വിഷയം. അപ്പം കുറച്ച് ചോദ്യം ഇപ്പോൾ അമൃത തന്നെ ചോദിച്ചു. അപ്പം ഇതിനോടൊപ്പം നമുക്ക് ഇതിന്റെ കുറച്ച് ലക്ഷണങ്ങൾ, എനിക്കൊന്ന് പ്രായം പറഞ്ഞു, ഇതിന്റെ കാരണങ്ങളുണ്ടല്ലോ, ഇത് വരാനുള്ള കാരണം അതൊന്ന് ആദ്യം നമുക്കൊന്ന് പറയാം. ഹൃദയാഘാതം ചുമ്മാ ഒരാൾക്ക് ഹൃദയത്തിന്റെ രക്തധമനിയിൽ ബ്ലോക്ക് വരില്ല. ബ്ലോക്ക് വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അമിത രക്തസമ്മർദ്ദം, നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതുപോലെ രക്തത്തിൽ ഷുഗർ കൂടുന്ന അവസ്ഥ, ഡയബറ്റിസ്, അതുപോലെ രക്തത്തിൽ കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, ഹൈപ്പർ കൊളസ്ട്രീമിയ, പിന്നെ പുകവലി. ഇത് 4മാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ആപത് ഘടകങ്ങൾ. അതുകൂടാതെ പാരമ്പര്യമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാദറിന് അല്ലെങ്കിൽ മദറിന് ചെറുപ്രായത്തിൽ അവർക്ക്, ഉദാഹരണത്തിന് നമ്മുടെ മെയിൽ റിലേറ്റീവ്സിന്, അതായത് നമ്മുടെ ഫാദർ അല്ലെങ്കിൽ ബ്രദറിന് ഒരു 55 വയസ്സിന് താഴെയും, നമ്മുടെ ഇമ്മീഡിയറ്റ് ഫീമെയിൽ റിലേറ്റീവ്സ്, അതായത് നമ്മുടെ മദറിനോ അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചിക്കോ ഒരു 65 വയസ്സിന് താഴെ ബ്ലോക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനറ്റിക്കലി തന്നെ, നമ്മളെ ജനിക്കുമ്പോൾ തന്നെ പ്രീഡിസ്പോസ്ഡ് ആണ് ഹൃദ്രോഗം വരാനുള്ള സാധ്യത. ഇപ്പൊ പ്രധാനമായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഈ 4 ഘടകങ്ങളാണ്: ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഷുഗർ, അതായത് ഹൈപ്പർ കൊളസ്ട്രീമിയ, പിന്നെ സ്മോക്കിംഗ്. ഇനി കുറച്ച് ലക്ഷണങ്ങൾ കൂടി കാണുമല്ലോ, നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന കുറെ ലക്ഷണങ്ങൾ ആദ്യം ഒന്ന് പറയാം. അതായത് ഈ ഹൃദയ രക്തധമനിയിൽ തടസ്സം വന്ന 2 രീതിയിലാണ് വരുന്നത്. ഒന്ന്, നമ്മൾ പെട്ടെന്ന് പൊടുന്നന്നെ കടുത്ത നെഞ്ചുവേന വന്ന ആശുപത്രി വരുന്ന അവസ്ഥ, അതിന് നമ്മൾ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്നാണ് പറയുന്നത്. അത് വളരെ അടിയന്തര ചികിത്സ വേണ്ട ഒരു കണ്ടീഷനാണ്. അതായത് രോഗി തൊട്ടുമുമ്പ് വരെ പൂർണ്ണ ആരോഗ്യവനായിരുന്നു, പെട്ടെന്ന് കടുത്ത നെഞ്ചുവേന വന്ന് അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് രോഗിക്ക് നെഞ്ചുവേനയോടൊപ്പം തന്നെ വിയർപ്പ്, തളച്ച, ശ്വാസമുട്ടലൊക്കെ വന്ന് നമ്മൾ ആശുപത്രി പോകേണ്ട ഒരു അവസ്ഥ വരും. അതിനെ നമ്മൾ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം അല്ലെങ്കിൽ കടുത്ത ഹൃദയാഘാതം എന്ന് പറയും. അതല്ലാതെ ഈ ഹൃദയത്തിന്റെ രക്തധമനിൽ
ഒരു ഗ്രാജുവൽ ആയിട്ടാണ് പതുക്കെ പതുക്കെ ആ ബ്ലോക്ക് വരുന്നതെങ്കിൽ ഈ രക്തധമനിയുടെ വ്യാസം ഒരു 70% മേലെ കുറയുവാണെങ്കിൽ ആ രോഗിക്ക് ആയാസപ്പെടുമ്പോഴത്തേക്ക് അസ്വസ്ഥത വരും. അതായത് ഇത്തിരി ദൂരം നടക്കുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോഴൊക്കെ അല്ലെങ്കിൽ ആയാസപ്പെടുമ്പോൾ നെഞ്ചിന്റെ മധ്യത്തിൽ ഒരു ഭാരം പോലെ അനുഭവപ്പെടുകയും വിശ്രമിക്കുമ്പോൾ നല്ല ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഈ ബ്ലോക്ക് പിന്നെ കാലക്രമേണ കൂടി വരാം. മറ്റേ നല്ല കയറ്റം കയറുമ്പോൾ മാത്രമായിരുന്നു ബുദ്ധിമുട്ട്. ഇപ്പോൾ 70% എന്നുള്ള ബ്ലോക്ക് 80-90% ആകുമ്പോൾ ചെറിയ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴേ നെഞ്ചിന് അസ്വസ്ഥത അനുഭവപ്പെടാം. അതിനെ നമ്മൾ ക്രോണിക് കൊറോണറി സിൻഡ്രോം എന്നാണ് പറയുന്നത്. അപ്പൊ 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് പെട്ടെന്നുണ്ടാവുന്ന അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, ഒന്ന് ഗ്രാജുവൽ പതുക്കെ പതുക്കെ വരുന്ന ഹൃദ്രോഗം. 2 രീതിയിലാണ് അതിന്റെ പ്രസന്റേഷൻ ആയിട്ട് യൂഷ്വലി കാണുന്നത്. ഇപ്പോ ഡോക്ടർ പലപ്പോഴും പലരും അവഗണിക്കുന്ന കുറെ നമുക്കറിയാം ലക്ഷണങ്ങൾ കാണുമല്ലോ. ചെറിയ നെഞ്ചുവേദന വരുമ്പോൾ പോലും ചിലപ്പോ അതങ്ങ് പോകും, അല്ലെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ പ്രത്യേകിച്ച് നെഞ്ചിന് ഒരു മധ്യഭാഗത്ത് ഒരു അസ്വസ്ഥ വരുമ്പോൾ ഒരു ചെറിയ പല രീതിയിലും നെഞ്ചിന് ഈ ഹൃദ്രോഗത്തിന്റെ വേദന വരാം. നമ്മൾ സാറിന് പറയുന്നത് ഹൃദയത്തിന്റെ മധ്യഭാഗത്ത് ഒരു ഭാരം പോലെ എന്തോ വരിഞ്ഞു മുറുക്കുന്ന പോലത്തെ അസ്വസ്ഥയാണ്. പക്ഷെ അതുകൂടാതെ എരിയുന്നത് പോലെയും തോന്നാം. ഈ നെഞ്ചിന്റെ നെഞ്ചിന് മധ്യഭാഗത്തു നിന്ന് നമ്മുടെ 2 കൈത്തണ്ടുകളുടെ ഇടയിലോ ഷോൾഡറിലോട്ടോ അല്ലെങ്കിൽ കഴുത്തിലോട്ടോ നടുവിലോട്ടോ വ്യാപിക്കാം. അത് കൂടുതലും ആയാസപ്പെടുമ്പോഴായിരിക്കും വരുന്നത്. നമ്മൾ വെറുതെ ജോലി നിർത്തുമ്പോഴത്തേക്ക് അതിന് ആശ്വാസം ലഭിക്കും. അപ്പൊ ഇങ്ങനെ നെഞ്ചിന് അസ്വസ്ഥ വരുമ്പോഴത്തേക്ക് അതിനോടനുബന്ധിച്ച് ചില ആൾക്കാർക്ക് വിയർപ്പ്, തളർച്ച, അല്ലെങ്കിൽ ശ്വാസം മുട്ടല്, ബോധക്കേട് ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ഈ നെഞ്ചിന് അസ്വസ്ഥ ഒന്ന് പെട്ടെന്ന് മാറുവാണെങ്കിൽ അവരത് ഗ്യാസാന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. അപ്പൊ ഒരു പ്രായം കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒരു 30-40 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് നെഞ്ചിന് ഒരു അസ്വസ്ഥം ഇങ്ങനെ കൂടെ വരുന്നു, പ്രത്യേകിച്ച് ആയാസപ്പെടുമ്പോൾ വരുന്നു ഉണ്ടെങ്കിൽ അത് ഗ്യാസാന്ന് തള്ളിക്കളയാതെ ഒരു ആശുപത്രി പോയിട്ട് അത് ഹൃദ്രോഗത്തിന്റെ കാരണമാണോ അല്ലെങ്കിൽ ഹൃദ്രോഗം നമുക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുന്നത് അഭികാമ്യമാണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ചിലപ്പോ ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഒരു ക്ഷീണം തോന്നുന്നു, അല്ലെങ്കിൽ തളർച്ച തോന്നുന്നു, അപ്പം ഒരു ഭാഗത്ത് നെഞ്ചിന്റെ ഭാഗത്ത് വേദന തോന്നുന്നു. ഇതൊക്കെ മിക്കവാറും ഒക്കെ ഒരുവിധം നല്ല പ്രായത്തിൽ ഈ പറയുന്ന 30-40 വയസ്സിനിടയിലുള്ളവർ തള്ളിക്കളയുന്ന ചെറിയ ലക്ഷണങ്ങളാണല്ലോ. അപ്പോ ഇതില് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വല്ല ടെസ്റ്റുകൾ നടത്തണ്ട, അതല്ല പ്രധാനമായി നടത്തേണ്ട ടെസ്റ്റുകളൊക്കെ എന്തൊക്കെയായിരിക്കും? അല്ല, നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാന ഹൃദ്രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഹൃദ്രോഗം വരാം. അപ്പൊ ഒരു 20 വയസ്സ് കഴിഞ്ഞുള്ള വ്യക്തി വർഷത്തിൽ ഒരിക്കൽ അവരുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ അത് 3 പരിശോധിച്ച് പരിധിക്കുള്ളിലാണോ നോക്കണം. നമുക്കറിയാം നമ്മുടെ ബ്ലഡ് പ്രഷർ ഒരു 18 വയസ്സ് കഴിഞ്ഞുള്ള ഒരു വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അതായത് ഹൃദയം സങ്കോചിക്കുമ്പോഴുള്ള പ്രഷർ 140 താഴെ, ഹൃദയം റിലാക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഡയസ്റ്റോളിക് പ്രഷർ, അതായത് താഴത്തെ ബ്ലഡ് പ്രഷർ 90 താഴെ ആയിരിക്കണം. അതുപോലെ നമ്മുടെ ബ്ലഡ് ഷുഗർ, നമ്മുടെ ഫാസ്റ്റിംഗ് വെറും വയലിലെ ഷുഗർ ഒരു 70-100 ഇടയ്ക്കായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ 3 മാസത്തെ ഷുഗർ ഉണ്ട്, ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ, അത് 5.7% താഴെ ആയിരിക്കണം. അതുപോലെ നമ്മുടെ കൊളസ്ട്രോൾ ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലെ മോശം കൊളസ്ട്രോൾ LDL എന്ന് പറയും, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അത് 130 താഴെ ആയിരിക്കണം. പിന്നെ നമ്മൾ പുകവലിക്കുന്നുമില്ല, നമുക്ക് പാരമ്പര്യമായിട്ടും ഹൃദ്രോഗം ഇല്ലെങ്കിൽ നമുക്കൊരു ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ആപത് ഘടകങ്ങളുള്ള വ്യക്തികൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇതേപോലെ ആയാസപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരത് ഹൃദ്രോഗ ബ്ലോക്കിന്റെ ആണോ എന്നുള്ള പരിശോധിച്ച് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇപ്പം പറഞ്ഞു ലക്ഷണങ്ങൾ അവഗണിക്കുന്നു പറഞ്ഞ കൂട്ടത്തിലാണ് ചിലരെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു തവണ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാവും, സൈലന്റ് ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ സൈലന്റ് ആയിട്ട് നേരത്തെ അവർക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാണ്, പക്ഷെ അവർക്ക് അത്ര കാഠിന്യമായി കാണത്തില്ല, അവരത് ഗ്യാസാന്ന് പറഞ്ഞത് തള്ളിക്കളഞ്ഞ് കാണും. പിന്നെ അത് പരിശോധിച്ച് അതിന്റെ ബ്ലോക്കിന്റെ അല്ലെങ്കിൽ തീവ്രത ഹൃദയാഘാതത്തിന്റെ തീവ്രത ചെറുതായതാണ് രോഗിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ട് കാണത്തില്ല. പിന്നെ നമ്മൾ ECG എടുത്ത് നോക്കുമ്പോഴോ അല്ലെ എക്കോ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴായിരിക്കും രോഗിക്ക് നേരത്തെ ഒരു ഹൃദയാഘാതം വന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു തീവ്രത പലർക്കും പല രീതിയിലാവുന്നത്? അത് ഇപ്പൊ ഹൃദയത്തിന്റെ പേശിയിൽ കൊടുക്കുന്ന 3 പ്രധാന രക്തക്കുഴലുണ്ട്. അപ്പൊ ഈ രക്തക്കുഴലിന്റെ ഒരു ചെറുഭാഗങ്ങൾ മാത്രമേ ഒരു ഹൃദയാഘാതത്തിന് ഡാമേജ് ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ രോഗിക്ക് ആ ബ്ലോക്കിന്റെ കാഠിന്യം കുറവായിരിക്കും. അതുകൊണ്ടാണ് അവർ കൂടുതൽ വരും. പക്ഷെ മെയിൻ ബ്ലോക്കുകൾക്കാണ് എന്തായാലും രോഗിക്ക് ആശുപത്രി എത്താതിരിക്കാൻ പറ്റത്തില്ല. രോഗിക്ക് അതിനോടനുബന്ധിച്ച് ശ്വാസം മുട്ടലൊക്കെ ബുദ്ധിമുട്ട് വരും. ചെറിയ രീതിയിലുള്ള ഹൃദയാഘാതമായിരിക്കണം അത്. പക്ഷെ അങ്ങനെയുള്ള രോഗികൾക്കും മറ്റ് രക്തക്കുഴലും പ്രധാന കാഠിന്യമായ ബ്ലോക്കുകൾ കാണാം. അങ്ങനെയുള്ളവർ എന്തായാലും പരിശോധിച്ച് നോക്കേണ്ടതാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോൺ-ഇൻ പ്രോഗ്രാമാണ്. ഹൃദയാഘാതമാണ് നമ്മുടെ വിഷയം. ഇതിന്റെ കാരണങ്ങളും പരിഹാര മാർഗ്ഗങ്ങളുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോൺ-ഇൻ പ്രോഗ്രാമിലേക്ക് പ്രിയ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 4:30 വരെയാണ് നമുക്ക് വിളിക്കാനുള്ള സമയം. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ ഇനിയും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിനകത്ത് ഫുഡ് പ്രശ്നമാണോ? ഇപ്പൊ എല്ലാ അസുഖത്തിനും ജനറ്റിക്സ് ആണ് ഏറ്റവും പ്രധാനം. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പാരമ്പര്യമായ ഹൃദ്രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും വരാം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മെയിൽ റിലേറ്റീവ് അല്ലെങ്കിൽ ഫീമെയിൽ റിലേറ്റീവ് ചെറുപ്രായത്തിൽ ഹൃദ്രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും വരാം. അത്തരം രോഗികൾ പ്രത്യേകിച്ച് ഈ പ്രഷർ ആയാലും ഷുഗർ ആയാലും കൊളസ്ട്രോൾ എല്ലാം ജനിതക ഘടന ഉണ്ടെങ്കിലും ഇതൊരു ജീവിതശൈലി രോഗമാണ്. അപ്പൊ നമ്മുടെ ജീവിതശൈലിയിൽ അപാകതകൾ, പ്രത്യേകിച്ച് നമ്മൾ ആഹാര നിയന്ത്രണം ഒട്ടുമില്ല, അല്ലെങ്കിൽ അനാരോഗ്യകര ഭക്ഷണ രീതി കാരണം നമ്മുടെ വെയിറ്റ്, പൊണ്ണത്തടി എന്ന് പറയും, ഒബീസിറ്റി എന്ന് പറയും,
അപ്പൊ അത് അനാരോഗ്യ നമ്മൾ ഭക്ഷണത്തിനകത്ത് ഒരുപാട് വറുത്തതും പൊരിച്ചതുമായുള്ള ഭക്ഷണം കഴിക്കുക, ഒരുപാട് എണ്ണ കഴിക്കുക, മധുരം കൂടുതൽ കഴിക്കുക, ഉപ്പ് കൂടുതൽ കഴിക്കുക. അപ്പൊ ഇത്തരം അവസ്ഥ വരുമ്പോഴത്തേക്ക് രോഗിക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് പാരമ്പര്യമായിട്ട് ഷുഗർ ഉണ്ടെങ്കിൽ പൊണ്ണത്തടി വരുമ്പോഴത്തേക്ക് അവർക്ക് ഡയബറ്റിസ്, ബ്ലഡ് ഷുഗർ ഹൈ ആയിരിക്കും. അവരുടെ കൊളസ്ട്രോൾ ലെവൽ, എസ്പെഷ്യലി അവരുടെ മോശം കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. അപ്പൊ ഇതെല്ലാം വളരെ പ്രധാനമാണ്. അപ്പൊ ഇതൊരു ജീവിതശൈലി രോഗം കൂടെ ആയത് കാരണം നമ്മുടെ ഭക്ഷണ രീതി വളരെ പ്രധാനമാണ്. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഉപ്പിന്റെ അളവ് കുറയ്ക്കുക, മധുരത്തിന്റെ അളവ് കുറയ്ക്കുക, പിന്നെ നിത്യേന വ്യായാമം ചെയ്യുക. നമ്മുടെ ശരീരഭാരം നമ്മുടെ ഉയരത്തിനനുസരിച്ച് ക്രമീകരിച്ചെടുത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ വളരെ നിസ്സാരമായിട്ട് പറയണേ, നമ്മുടെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക. നമ്മുടെ ഹൈറ്റ് ഒരു 160 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 100 കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് 60-65 കിലോയുടെ ഇടയ്ക്കായിരിക്കണം. അപ്പോൾ ഉയരത്തിനനുസരിച്ച് ശരീരഭാരം ക്രമീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഉയരത്തിനനുസരിച്ചല്ല ശരീരഭാരമെങ്കിൽ നമ്മൾ ഭക്ഷണ രീതിയിലൂടെയും വ്യായാമത്തിലൂടെയും നമ്മുടെ ശരീരഭാരം ക്രമീകരിക്കണം. പിന്നെ വർഷത്തിലൊരിക്കൽ നമ്മുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ പരിശോധിച്ച് അത് പരിധിക്കുള്ളിലും ആക്കി വെക്കണം. പിന്നെ ദുശീലങ്ങൾ, പുകവലി, ഇപ്പോൾ കഴിവതും പുകവലി ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മൾ പുകവലിക്കാരുടെ സാമീപ്യത്തിൽ ഇരിക്കുന്നത് ഒഴിവാക്കുക. കാരണം പുകവലി തന്നെ രക്തധമനിയിൽ ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂട്ടുന്നു. നമുക്കൊരു കോൾ ഉണ്ട്, ഡോക്ടർ കോളിലേക്ക് പോവാം. ഹലോ, ചോദിച്ചോളൂ. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരൊന്ന് പറയോ? നമസ്കാരം, ശ്രീലക്ഷ്മി ഡോക്ടർ. പറഞ്ഞു ഡോക്ടർ, എനിക്ക് 55 വയസ്സുണ്ട്. ഞാൻ നല്ല വ്യായാമം ചെയ്യുന്ന ശരീരമാണ്. ഇപ്പം എനിക്ക് 500 കൊളസ്ട്രോളോ ഷുഗറോ പ്രഷറോ ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ആക്ച്വലി മദ്യപിക്കുന്ന സ്വഭാവം തന്നെ. ഞാൻ ജോലി കഴിഞ്ഞാൽ മദ്യപിക്കും. പക്ഷെ ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര അസ്വസ്ഥത, ഒരു ശ്വാസം മുട്ടൽ, ഒരു എല്ലാ ദിവസവും മദ്യപിക്കുമോ? ജോലി കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി ഇച്ചിരി മദ്യം തന്നെ അമിത മദ്യപാനമാണോ അതോ വളരെ ലഘുവായ രീതിയിലാണോ? ചില ദിവസങ്ങളിൽ ഇച്ചിരി കട്ടിപ്പണി ഉണ്ടെങ്കിൽ അല്ല, അത് മിതമായി മദ്യപിക്കുമ്പോഴത്തേക്ക് പിറ്റേന്ന് രാവിലെ ഹാങ് ഓവറിന്റെ ഭാഗമായിട്ട് വരാം. നിങ്ങൾക്ക് ആയാസപ്പെടുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ എന്തെങ്കിലും സ്ട്രെയിൻ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടോ? ഇച്ചിരി ഓവറായിട്ട് മദ്യപിക്കുന്നത് പിറ്റേന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര തളർച്ചയും. അല്ല, അതാ മദ്യത്തിന്റെ എഫക്റ്റ് ആണ്. അതാ മദ്യം ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ അതിന് പരിഹാരമുള്ളൂ. അതല്ല, നമുക്ക് ആയാസപ്പെടുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മറ്റു കുഴപ്പമായിട്ട് ഒന്നുമില്ല. പക്ഷെ എങ്കിലും പോകത്തില്ല, നല്ല കാര്യം. പക്ഷെ 55 വയസ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒരിക്കൽ ചെക്ക് ചെയ്യണം. അതൊരു ചെക്ക് ചെയ്യണം, അത്യാവശ്യമായിട്ട് ചെക്ക് ചെയ്യണം. ഡോക്ടറെ കണ്ട് ഒരു ബ്ലഡ് പ്രഷർ നോക്കുക. ഒരു വെറും വയറ്റിൽ പോയി നിങ്ങളുടെ ഷുഗറും ഒരു ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയും, നല്ല കൊളസ്ട്രോൾ, പന്ന കൊളസ്ട്രോൾ എല്ലാം ഘടകങ്ങളാണ്, അത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം പരിധിക്കുള്ളിലാണെങ്കിൽ അത് പിന്നെ വർഷത്തിലൊരിക്കൽ ചെക്ക് ചെയ്താലും മതി. എന്നിട്ട് മദ്യത്തിന്റെ അളവ് എന്തായാലും കുറയ്ക്കണം. കാരണം അമിത മദ്യപാനം ബ്ലഡ് പ്രഷർ കൂട്ടും. മാത്രമല്ല പിന്നെ മറ്റ് രോഗങ്ങൾ, കരളിലെ മറ്റ് രോഗങ്ങളെ ബാധിക്കും. പക്ഷേ ഹാർട്ടിനെ പ്രധാനമായിട്ട് അത് ബ്ലഡ് പ്രഷർ കൂട്ടും. പ്രഷർ കൂട്ടി അത് ഹാർട്ടിനെ ഒരുപാട് ബാധിക്കാം. പിന്നെ അതല്ലാതെ തന്നെ അമിത മദ്യപാനം ഹാർട്ടിന്റെ പേശികളെയും ബാധിക്കാറുണ്ട്. ഹൃദയത്തിന്റെ ഇടിപ്പിനും അത് വ്യതിയാനം ഉണ്ടാക്കും. അതുകൊണ്ട് മദ്യപാനം നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഈ ശ്വാസമുട്ട അതുകൊണ്ടായിരുന്നല്ലേ? ശ്വാസമുള്ള അതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ ബ്ലഡ് പ്രഷർ അടിയന്തരമായി പരിശോധിക്കണം. എനിക്ക് ആ ഒരു അസ്വസ്ഥ ഉണ്ടോ ചോദിച്ചത്? അതെ, ഒരു ഡോക്ടറെ കണ്ടത് പ്രഷറും ഷുഗർ, കൊളസ്ട്രോൾ എന്തായാലും പരിശോധിക്കണം. എല്ലാം പരിധിക്കുള്ളിലാണെങ്കിൽ മദ്യപാനം ഒഴിവാക്കിയാൽ മാത്രം മതി. ഓക്കെ, ശരി, സന്തോഷം ഡോക്ടർ. അപ്പം നമുക്ക് ഇപ്പോൾ നെഞ്ചുവേദനയെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ. ഈ നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ എല്ലാ നെഞ്ചുവേദനയും നമുക്കിപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രശ്നമാണ് എന്നെങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നത്? അതാണല്ലോ പലരുടെ പ്രശ്നം. നമ്മുടെ ഏത് ആശുപത്രിയിൽ എടുത്താലും എമർജൻസി റൂമിൽ ഒരു ദിവസം വരുന്ന ഒരു നെഞ്ചുവേനായിട്ട് വരുന്ന ഒരു 100 പേരിൽ എടുത്താൽ ഒരു 95% ആൾക്കാർക്കും ഹൃദ്രോഗം ആയിരിക്കത്തില്ല. ഒരു 5% ആൾക്കാർക്ക് മാത്രമേ അത് ഹൃദയ സംബന്ധ രോഗമുള്ള നെഞ്ചുവേനയാവത്തുള്ളൂ. പക്ഷെ എങ്കിലും നമ്മളത് ഒരു നെഞ്ചുവേന ഇപ്പം പല പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പം സാധാരണ വരുന്നത് നമ്മുടെ ഗ്യാസിന്റെ അസുഖം, നമ്മൾ അല്ലെങ്കിൽ ആസിഡ് പെപ്റ്റിക് ഡിസീസ് എന്ന് പറയാം, അല്ലെങ്കിൽ പേശിവേദന സംബന്ധമായിട്ട് വരാം, നമ്മുടെ ടെൻഷൻ, മാനസിക സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് വരാം. അങ്ങനെ പല കാരണങ്ങളും നെഞ്ചുവേന വരാം. പക്ഷെ നെഞ്ചുവേന വരുന്നതിൽ ഹൃദ്രോഗം, ഹൃദയത്തിന്റെ രക്തധമനിയിലെ ബ്ലോക്ക് ഒരു കാരണം മാത്രമാണ്. പക്ഷെ അതാണ് ഏറ്റവും ഗുരുതരമായ രോഗം. അപ്പൊ അഥവാ നമ്മളത് നെഞ്ചുവേന വന്നു, അത് ഗ്യാസാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ കഷ്ടകാലത്ത് അത് ഹൃദ്രോഗം മൂലമുള്ള വേനയാണെങ്കിൽ നമ്മൾ അതിന് മതിയായിട്ട് ചികിത്സ കൊടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ അടുത്ത ഇതായിട്ട് വരുന്നത് ചിലപ്പോൾ മരണമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഏത് നെഞ്ചുവേനയും നമ്മളത് ഹൃദ്രോഗത്തിന്റെ അല്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് ഒരു 30-40 വയസ്സ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു നെഞ്ചുവേന, പ്രത്യേകിച്ച് കൂടെ വരുന്ന നെഞ്ചുവേന അത് ഹൃദ്രോഗം മൂലമുള്ള നെഞ്ചുവേന അല്ല എന്നുള്ളത് പരിശോധിച്ച് തിട്ടപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട് ഡോക്ടർ. കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, നമസ്തേ സാർ. നമസ്തേ, പറഞ്ഞോ. എനിക്കിങ്ങനെ പ്രഷർ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. ഒരു സെക്കൻഡ്, ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചോളൂ കേട്ടോ. ശബ്ദം ഒന്ന് കുറച്ചിട്ട് സംസാരിച്ചോളൂ. 4 മാസം കൊണ്ട് വന്നായിരുന്നു. എത്ര വയസ്സായി? അപ്പൊ ഇങ്ങനെ കാഞ്ഞിരട്ട് ആശുപത്രി കൊണ്ടുവന്ന് അങ്ങനെ പിന്നെ അവിടുന്ന് കൂടുതലായിരുന്നു അദ്ദേഹത്തിൽ കൊണ്ടുപോയി എത്തിക്കും. അപ്പോഴെനിക്ക് ഇങ്ങനെ അന്നേരം പറഞ്ഞ ശ്യാം സാറിനെ കാണാൻ നെഞ്ചിന് വേരിയേഷൻ ഉണ്ട്. അപ്പൊ ഡോക്ടർ കണ്ടിങ്ങനെ ഗുളിക, ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ഗുളികയുണ്ട്, പ്രഷറിന്റെ ഗുളികയുണ്ട്. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രഷർ കൂടുന്നുണ്ട്, നെഞ്ചിനില് ഒരു
കിതപ്പ് പോലെ. ഇപ്പൊ ഈ മെനഞ്ഞാന്നും കാഞ്ഞിരത്ത് ഹോസ്പിറ്റലിൽ പോയി പ്രഷർ കൂടി. എത്ര ഉണ്ടായിരുന്നു പ്രഷർ? 2 ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട് പ്രഷറിന്റെ. എത്ര ഉണ്ട് പ്രഷർ നോക്കിയപ്പോ എത്ര ഉണ്ടെന്ന് ഓർമ്മയുണ്ടോ? പ്രഷർ അന്നേരം 120ഉം 122ഉം മുകളിലത്തെ 192. അത് വളരെ കൂടുതലാണ്. താഴത്തെ 90 താഴെ വേണ്ട 120 എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പൊ അത് പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇത്ര BP കൂടുതൽ? പ്രത്യേകിച്ച് കിഡ്നിക്ക് തകരാറുണ്ടോ, വേറെ തൈറോയ്ഡ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ ഗുളിക കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ? ഗുളിക കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഗുളിക മുടങ്ങിയാൽ പ്രശ്നമാണ്. പിന്നെ ആഹാരത്തിനകത്ത് ഉപ്പ്, ഒരു ദിവസം പ്രഷറുള്ള രോഗികൾ 1/2 ടീസ്പൂണിൽ ഉപ്പ് പാടില്ല എന്നാണ്. 2.3 ഗ്രാം സോൾട്ടേ പാടില്ല. ഏകദേശം 1/2 ടീസ്പൂൺ അതിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ BP വളരെ കൂടും. അതുകൊണ്ട് ഉപ്പിന്റെ അളവ് നിയന്ത്രിക്കുക, ഗുളിക കറക്റ്റായിട്ട് കഴിക്കുക. എന്നിട്ടും പ്രഷർ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് മരുന്നിന്റെ ഡോസ് ചിലപ്പോൾ വേറെ 1-2 ഗുളികൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കിഡ്നിക്ക് തകരാറ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇങ്ങനെ വളരെ BP കൂടിയിരിക്കുന്നത്. ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പം 49 വയസ്സായി. 49 വയസ്സ് കാണിക്കുന്നുണ്ട്. ശരി. അപ്പൊ എക്കോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഒരു മെഷീനകത്ത് കയറി നിന്നുള്ള അത് എനിക്ക് TMT നടന്നുകൊണ്ട് ഈസി എടുക്കുന്ന ടെസ്റ്റ്. അതെ, TMT ടെസ്റ്റ്. അതെ, എനിക്ക് ഭയങ്കര കിതപ്പായിരുന്നു. നടക്കുമ്പോഴും കിതപ്പുണ്ട് ഇപ്പൊ. അല്ല, അത് BP കൺട്രോൾ ആവാതെ വരുന്നതിന്റെയാണ്. അത് BP കൺട്രോൾ ആക്കണം. BP എന്തുകൊണ്ട് കൺട്രോൾ ആവുന്നില്ല അത് പരിശോധിക്കണം. വണ്ണം കൂടുതലുണ്ടോ, തടിയുണ്ടോ? തടിയുണ്ട്, പക്ഷെ ഇപ്പം വളരെ അന്നത്തെ കളിയും കുറവുണ്ട്. ഭക്ഷണം ഞാൻ ക്രമീകരിക്കുന്നു. പക്ഷെ ഈ BP വളരെ കൂടുതലാണ്. എന്തായാലും ഡോക്ടറെ കാണിച്ചത് മരുന്നുകളുടെ ഡോസിംഗ് അഡ്ജസ്റ്റ്മെന്റ് വേണം. ടെൻഷൻ ഉണ്ടായിരുന്നു ഡോക്ടറെ. ഇച്ചിരി സാമ്പത്തികമായി ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഒരാഴ്ച കൊണ്ട്. അതിന്റെ ആണോന്ന് അറിയാം. ടെൻഷൻ കൊണ്ട് BP കൂടാം. പക്ഷെ ഇത്ര 2 ഗുളിക കഴിച്ചിട്ട് ഇത്ര BP ഉള്ളത് നോക്കണം, പരിശോധിക്കണം. കാരണം ഡയസ്റ്റോളിക് 120 കഴിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞ അന്ന് മുതലേ ഗുളിക കണ്ടിന്യൂ ആയിട്ട് ഈ ഉച്ചയ്ക്കുള്ള ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെയും കഴിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒന്നുകൂടെ ഈ BP നോക്കുക, പരിശോധിച്ച്. ഈ ഡയസ്റ്റോളിക് വളരെ കൂടിയിരിക്കുവാണെങ്കിൽ, പ്രഷർ പരിധിക്ക് പുറത്തിരിക്കുവാണെങ്കിൽ അത് വേറെ മരുന്നിന്റെ ഡോസിംഗ് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. ഇന്നലെ ഞാൻ ECG എടുത്തപ്പോഴും കുഴപ്പമില്ലെന്ന് ഇവിടെ ഹെൽത്തില് നമ്മുടെ തേനാട് ഹെൽത്ത് ഹോസ്പിറ്റലിൽ ചെന്ന് ECG എടുത്തായിരുന്നു. അപ്പോഴും കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചെങ്കിൽ ശ്യാം സാറിനെ പോയി കാണാമെന്ന് വിചാരിച്ചായിരുന്നു. കണ്ടിന്യൂട്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കിതപ്പുണ്ട്, ഉറക്കം ഒരു അസ്വസ്ഥതയുണ്ട്. ഉറക്കം ഒന്നും പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. അത് മരുന്നിന്റെ ഡോസിംഗ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഏത് മരുന്നാണ് കഴിക്കേണ്ടതെന്ന് അറിയണം. അപ്പൊ മരുന്നിന്റെ ചില പ്രശ്നത്തിന്റെ 2 തരത്തിലുള്ള ഗുളികളുണ്ട്. അപ്പൊ ആ ഗുളികൾ മരുന്ന് ഡോസ്, അപ്പൊ ഡോക്ടറെ തന്നെ കാണിച്ച് അത് പരിശോധിച്ച് അത് ഡോസിംഗ് അഡ്ജസ്റ്റ്മെന്റ് വേണം. പഴുപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രഷറിന്റെ രാത്രി കഴിക്കുന്ന ഗുളികയിൽ നിന്നാണെന്നിങ്ങനെ മോണയിൽ തടുപ്പുണ്ട്. അപ്പൊ ആ ഗുളി മാറ്റി അതിന് വേറെ ഗുളികളുണ്ട്. മോണയ്ക്ക് തടുപ്പ് വരാത്ത വേറെ ഗുളികളുണ്ട്. പക്ഷെ BP കൺട്രോൾ ചെയ്യണം. കാരണം BP വളരെ കൂടുതലാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപകടമാണ്. അപ്പൊ BP കൺട്രോൾ ചെയ്യണം. അത് പല ഗുളികൾ അഡ്ജസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൂടെ ചെക്ക് ചെയ്ത് പോകണം. അതുകൂടാതെ ഷുഗറും കൊളസ്ട്രോളും കൂടെ ഉണ്ടോ എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് പോകണം. ഷുഗർ ഇപ്പൊ ഞാൻ തൊട്ടടുത്ത വീട്ടിൽ ഇതിന്റെ മെഷീൻ ഉണ്ടായിരുന്നു. ഷുഗർ ഒന്ന് നോക്കിയപ്പോഴ് 175 അപ്പോഴും ഷുഗർ. വെറും വയറ്റിലാണോ? ഷുഗറേ ഇല്ലായിരുന്നു. വെറും വയറ്റിലാണോ? ഷുഗറേ ഇല്ലായിരുന്നു. വെറും വയറ്റിൽ നോക്കിയ ഷുഗറാണോ 175? അല്ല, ഭക്ഷണം കഴിച്ചിട്ടാ. ഭക്ഷണം കഴിച്ചുള്ള ഷുഗർ ഒരു 140 താഴെയാണ് വേണ്ടത്. 200 മേലാണ് പ്രമേയം. രണ്ടിനും ഇടയ്ക്കാണ്. പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ഹാർട്ടിന് അസുഖം ഉണ്ടോ വീട്ടിലാർക്കെങ്കിലും? നമ്മുടെ ഫാദർ, മദർ? എന്റെ അമ്മയുടെ അനുജത്തിക്ക് ഇങ്ങനെ നെഞ്ചിന്റെ അസുഖം ഉണ്ടായിരുന്നു. സഹോദരന്മാർക്കെങ്കിലും ട്രീറ്റ്മെന്റ് പോവാ. ശരി, ഓക്കെ. പക്ഷെ വീട്ടിൽ അമ്മയ്ക്കൊന്നും ഇല്ലായിരുന്നു, ആർക്കും ഇല്ല. ശരി. അപ്പൊ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുക, ആഹാരത്തിനകത്ത് ഉപ്പ് നിയന്ത്രിക്കുക, പ്രഷർ കൂടെ ചെക്ക് ചെയ്യുക, പരിധിക്ക് പുറത്തേക്ക് വേണമെങ്കിൽ അതിന് വേറെ പരിശോധനകൾ ചെയ്യണം. എന്തുകൊണ്ട് BP കൺട്രോൾ ആവുന്നില്ല എന്ന് നോക്കണം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്തൊരു കോൾ കൂടിയുണ്ട്. ഹലോ ഡോക്ടറെ. ഹലോ, പറഞ്ഞോ. നമസ്കാരം. നമസ്കാരം. എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ചോദിക്കാനായിട്ടായിരുന്നു. കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നായിരുന്നു. അതിനുശേഷം വെയിറ്റ് ഇങ്ങനെ നോക്കുമ്പോഴെല്ലാം വെയിറ്റ് കൂടി തന്നെ നിൽക്കുക. അന്നേരം ആഹാരമൊക്കെ വളരെ കൺട്രോളിലാണ് കഴിക്കുന്നത്. പക്ഷെ വൈകിട്ട് ഈ കപ്പലണ്ടി വറുത്തതും കപ്പലണ്ടി അതൊക്കെ ഒന്ന് കുറിക്കും. അത് കഴിക്കണ്ടെന്ന് പറഞ്ഞാലും അത് കുറിക്കും. പക്ഷെ വെയിറ്റ് ഇങ്ങനെ കൂടി തന്നെ നിൽക്കുക, കുറയത്തേ ഇല്ല. വെയിറ്റ് കുറയ്ക്കാനായിട്ട് മരുന്നുകളില്ല. നമ്മൾ ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും വ്യായാമത്തിലൂടെയും മാത്രമേ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഷുഗർ ഒന്നും ഇല്ല. അല്ലാതെ ഭക്ഷണം നമ്മൾ ഒരു ദിവസം ചെലവാക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഊർജ്ജം ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നു പല രീതിയിൽ. അതുകൊണ്ടാണ് തടി കൂടുന്നത്. വ്യായാമം ഉണ്ടോ? ദിവസം നടക്കുന്നുണ്ടോ? എന്തെങ്കിലും വ്യായാമം ഉണ്ടോ? നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭക്ഷണത്തിന്റെ ക്രമീകരിക്കണം. ആശുപത്രിയിൽ ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ ഡയറ്റീഷ്യനെ കാണിച്ച് ക്രമീകരിക്കണം. അല്ല, അത് പുള്ളിയുടെ നോക്കണം. പുള്ളിയുടെ എത്രമാത്രം ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം കിട്ടുന്നു, എത്രമാത്രം ഊർജ്ജം ചെലവാക്കുന്നു, അതനുസരിക്കണം. എത്ര വെയിറ്റ് എത്ര ഉണ്ട് പുള്ളിക്ക്? വെയിറ്റ് അറ്റാക്ക് വന്നപ്പോഴാണെങ്കിൽ കുറവായിരുന്നു. 65, 66 ഇങ്ങനെ പോയി പിന്നെ അങ്ങ് കൂടുക. ഇപ്പൊ എത്ര ഉണ്ട്? 70, 71 ഉണ്ട്. 71 വലിയ കുഴപ്പമില്ല. പുള്ളിയുടെ ഹൈറ്റ് എത്ര ഉണ്ട്? ഹൈറ്റ് 65, 165 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഒരു 65-70 ഇടയ്ക്ക് നിന്നാൽ മതി. 71 വലിയ കൂടുതലല്ല.
എന്നാലും പൊതുവെ മറ്റേ ഡോക്ടർ പറഞ്ഞത് കുറയണം. അധികം ആഹാര നിയന്ത്രണം വ്യായാമം മാത്രം മതി. ആഹാര നിയന്ത്രണം, ആഹാരമൊക്കെ വളരെ കൺട്രോളാ. പൊതുവെ വറുത്ത സാധനങ്ങൾ കുറയ്ക്കുക. വറുത്തൊന്നും കൊടുക്കത്തില്ല. ശരിയാണ്. അല്ലാതെ ഈ കപ്പലണ്ടി പറങ്ങാടി നട്ട്സ് ആയിട്ട് പ്ലെയിൻ നട്ട്സ് റോസ്റ്റഡ് അല്ലാത്ത കഴിക്കുന്നത് നല്ലതാ, കുഴപ്പമില്ല. കുറച്ച് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ വൈകുന്നേരം ചായയുടെ കൂടെ ഉള്ളിവട, ഏത്തക്കാപ്പം, ഉഴുന്നുവടയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ നട്ട്സ് കഴിക്കുന്നതന്നെ നല്ലത്. ഉള്ളിവട അതൊക്കെ ആകുമ്പോൾ ഒരുപാട് എണ്ണയുണ്ട്. അല്ല, അത് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ നട്ട്സ്, ഈ പ്ലെയിൻ നട്ട്സ് കഴിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞതാ. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു കോൾ കൂടിയുണ്ട്. കോളിലേക്ക് പോവാം. ഹലോ. ഹലോ, നമസ്കാരം സാർ. ഡോക്ടറെ നമസ്കാരം, ചോദിച്ചോളൂ. എന്റെ പേര് മുരുകൻ. എനിക്ക് ഷുഗർ ഉണ്ട് ഡോക്ടറെ. ഇന്ന് രാവിലെ ഇൻസുലിൻ അടിക്കുക. ഇന്നലെ ഷുഗർ നോക്കിയപ്പോ 248 ഉണ്ട്. ആഹാരത്തിന് മുമ്പ് എടുത്തതാണ്. അത് വളരെ കൂടുതലാണ്. ഇടത്തെ കാലൊക്കെ ഷുഗർ വന്ന് മുറിച്ചതാ. ശരി. എന്റെ മാമനും എന്റെ മാമിക്കൊക്കെ ഷുഗർ വന്ന് എല്ലാരും കഴിഞ്ഞ കൊറോണയിൽ മരിച്ചുപോയി. എന്റെ ഒരു ചേട്ടനും കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്ന് ഇതെല്ലാം പാരമ്പര്യമായിട്ട് ഷുഗർ ഉണ്ടെങ്കിൽ വരുമോ ഡോക്ടർ? അതെ, പാരമ്പര്യമാണ്. എല്ലാം പാരമ്പര്യം. ഷുഗറിന് വരാൻ പ്രധാന കാരണം പാരമ്പര്യം തന്നെയാണ്. ഞാൻ ഡിസ്ട്രിക്റ്റിലായിരുന്നു കടന്നത്. വലത്തെ കാറിക്കെ കീറി കൊളാക്കി വെച്ചിരിക്കുക. കാല് മുറിച്ച് ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പുറത്തിറങ്ങും പോകാൻ പറ്റത്തില്ല. അപ്പൊ മെഡിക്കൽ കോളേജിലൊക്കെ കിടന്ന് ഇടത്തെ കാല് പാദം മുറിച്ചു. അല്ല, ഇപ്പൊ അവിടെ അണുബാധ വല്ലതും ഉണ്ടോ? മുറിച്ച ഭാഗത്ത് അണുബാധ വല്ലതും ഉണ്ടോ? മുറിച്ച ഭാഗത്ത് ഈ നടക്കാനും പോകാൻ കാല് പൊട്ടുന്നുണ്ട്. മുറിച്ച പാദം ഉപ്പുകുറ്റിയുണ്ട്, പക്ഷെ പാദമൊന്നുമില്ല ഇടത്തെ കാല്. അല്ല, ഇപ്പം നമ്മുടെ സംശയം ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇൻസുലിൻ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും ഇൻസുലിൻ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം, ഭക്ഷണം നിയന്ത്രണം. രാവിലെയും വേണ്ടി ഇൻസുലിൻ എടുക്കുക. എടുത്താൽ മാത്രം പോരാ, അത് കൺട്രോൾഡ് അല്ലെങ്കിൽ അതിനനുസരിച്ച് ഡോസ് കൂട്ടണം നമ്മൾ. അത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കൂട്ടണം. അത് നോക്കിയിട്ട് എത്രമാത്രം അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടുന്ന് ഇൻസുലിൻ മേടിച്ച് കുത്തി വയ്ക്കുക. ഇതൊരു കൺട്രോൾ ആവുന്ന കൂട്ടണം. നമ്മളെ ഷുഗർ ഏകദേശം ഒരു 70-നും 140-നും ഇടയ്ക്ക് വെക്കണം. 70-നും 140-നും ഇടയ്ക്ക്. വെറും വയറ്റിലാണോ സാർ? വെറും വയറ്റിലെ ഷുഗർ 70-നും 140-നും ഇടയ്ക്ക്. ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ ഏകദേശം ഒരു 70-നും 180-നും ഇടയ്ക്ക് വെക്കണം. 200 ഇന്നലെ നോക്കിയപ്പോ 242. അത് വളരെ കൂടുതൽ. അപ്പൊ ഇൻസുലിൻ ഇപ്പൊ എടുക്കുന്ന രാവിലെയും വൈകുന്നേരം ഒരു 2 യൂണിറ്റോ 4 യൂണിറ്റോ കൂട്ടിയെടുക്കുക. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നോക്കുക. എനിക്ക് വലത്തേക്കാല് ബ്ലഡ് ഓട്ടം ഒന്നും ഇല്ല. അത് അടിഭാഗമൊക്കെ കീറി വെച്ചിരിക്കുകയാണ്. അത് പ്രമേഹം ഒരുപാട് നാൾ നിന്നതിന്റെ കോംപ്ലിക്കേഷൻ ആണ്. അത് ഇനിയെങ്കിലും പ്രമേഹം നിയന്ത്രിച്ച് പോണം, അല്ലെങ്കിൽ ബാക്കി. വാടിപ്പുറത്താണ് ഇപ്പൊ നടക്കുന്നത്. വടിയില്ലാതെ എങ്ങും നടക്കാത്ത കട്ടിലിൽ തന്നെ ഇരിക്കുക. ഓക്കെ, ശരി. എങ്ങനെയാ ആഹാര നിയന്ത്രണം എങ്ങനെയാ സാറേ? ആഹാരം നമ്മൾ സാധനം 3 നേരം കഴിക്കാം, പക്ഷെ പൊതുവെ മധുരം കുറയ്ക്കണം. ഭക്ഷണം മധുരം കുറയ്ക്കണം, വറുത്ത സാധനങ്ങൾ കുറയ്ക്കണം, എണ്ണ കുറയ്ക്കണം, ഉപ്പ് കുറയ്ക്കണം. പിന്നെ ഇൻസുലിൻ രാവിലെയും വൈകുന്നേരം എടുത്ത് കൺട്രോൾ ചെയ്ത് വെക്കുക. ഞാൻ ഷുഗറിന്റെ ബിസ്ക്കറ്റ് മേടിച്ച് വെച്ചാ കഴിക്കുന്നേ, ആഹാരം ഒന്നും ഇല്ലാതെ. ഷുഗറിന്റെ ബിസ്ക്കറ്റ് മേടിച്ച് കഴിക്കുക രാവിലെയും മധുരം ഇല്ലാത്ത. അല്ല, ഷുഗർ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കണ്ടെന്നില്ല, പക്ഷെ ഭക്ഷണം നമുക്ക് ശരീരത്തിൽ വേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട്, അതെല്ലാം ലഭിക്കണം നമുക്ക്. അപ്പൊ അതനുസരിച്ച് കഴിക്കണം. അപ്പൊ അതൊരു ഡയബറ്റിക് ആ ഭക്ഷണം ഡോക്ടറെ കാണിക്കുമ്പോൾ നിങ്ങൾ എവിടെ ചികിത്സിക്കുന്നത്? ഏത് ഡോക്ടറെ കാണിക്കുന്നത്? ഏത് ആശുപത്രിയിലാണ് കാണിക്കുന്നത്? ഇവിടെ ഞങ്ങളുടെ ഒരു ഹെൽത്ത് സെന്റർ ആശുപത്രി ഉണ്ട്. അവിടുത്തെ ഡോക്ടറെ കാണിക്കുന്നത്. അവിടുന്ന് ഇൻസുലിൻ തരുന്നത്. അതെ, അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ വിശദമായിട്ടൊരു ഡയറ്റ് പ്ലാൻ തരും. അല്ലെ, അവിടെ ഡയറ്റീഷ്യൻ ഉണ്ട്, ഡയറ്റ് പ്ലാൻ തരും. പ്രമേയ രോഗികൾ കഴിക്കേണ്ട ഭക്ഷണ രീതി പറഞ്ഞു തരും. ഞാൻ ഇങ്ങനെ ഒരു കണ്ണും കാഴ്ചയില്ല. ഒരു കണ്ണ് തിരുവല്ല ചെയ്തു. നീ ഒരു കണ്ണിന് ഇടത്തെ കണ്ണിന് ഒട്ടും കാഴ്ചയില്ല ഡോക്ടർ. അത് എത്ര വർഷമായിട്ട് പ്രമേയമായി? ഇപ്പം എന്റെ ഒരു 20 വയസ്സ് തൊട്ടുണ്ട്. അതുകൊണ്ട് പാരമ്പര്യമായിട്ട് വരുന്ന പ്രശ്നമാണ് ഷുഗറാണ്. പാരമ്പര്യം ഷുഗർ വന്ന മാമനും മാമിയും എറണാകുളം ജില്ലയിൽ വെച്ച് മരിച്ചുപോയി. എന്റെ ഒരു ചേട്ടനും ഈ കാലൊക്കെ മുറിച്ച് മരിച്ചുപോയി. പാരമ്പര്യമായിട്ട് ഉണ്ടെങ്കിൽ വരുമോ ഡോക്ടർ? അതെ, മുമ്പേ പറഞ്ഞല്ലോ, പാരമ്പര്യം പ്രധാന ഘടകമാണ്. എന്തായാലും നമ്മൾ ഷുഗർ ഇൻസുലിൻ എടുത്ത് തന്നെ നിയന്ത്രിക്കണം. ഇൻസുലിൻ ഡോസ് കൂട്ടണം. ചിലപ്പോൾ 2 നേരം പോലെ, ചിലപ്പോൾ 3 നേരം ഒക്കെ ഇൻസുലിൻ വേണ്ടി വരും. അത് രാവിലെയും വെട്ടും എടുക്കുക. അത് ഇപ്പൊ എത്ര വെച്ചാ എടുക്കുന്നത് ഡോസ്? രാവിലെ 25, വൈകിട്ട് 40 വെച്ചെടുക്കാൻ പറഞ്ഞു. അത് ഡോക്ടറെ നോക്കിയിട്ട് ഈ രാവിലത്തെ ഷുഗറും വെറും വയലിലെ ഷുഗറും ഭക്ഷണത്തിലുള്ള ഷുഗറും ഒക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. ശരി. ശരി. ഓക്കെ, ശരി. ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം, ചോദിച്ചോളൂ. ഞാൻ ഇതേവരത്ത് നിന്ന് ഒരു അനിലൻ എന്ന് പറയും. ചോദിച്ചോളൂ. 71 വയസ്സ് കഴിഞ്ഞ് പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്. അല്ലാതെ ഇടയ്ക്ക് സമയത്ത് ഇങ്ങനെ അടുത്ത ഭാഗത്തൊരു വേദന വരും. ഗുളിക ഒരെണ്ണം കഴിക്കുമ്പോ അങ്ങ് മാറും. അല്ല, ശരിക്കും സൈക്കിൾ ഓട്ടുന്നുണ്ട്, നടക്കുന്നുമുണ്ട്. അപ്പൊ ആയാസപ്പെടുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നെഞ്ചിന്?
ഈ ആയാസപ്പെടുന്ന സൈക്കിൾ ചവിട്ടുന്ന സമയത്തോ നടക്കുമ്പോഴോ വല്ലതും നെഞ്ചുവേദന വരാറുണ്ടോ? ഇല്ല 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 ഇല്ല. വേറെ ഷുഗർ? കാലിനൊരു ചെറിയൊരു വേദന ഇങ്ങനെ പെരുത്ത് വരും, അതെന്നിട്ട് മാറി. ശരി. ഷുഗറും കൊളസ്ട്രോളും എല്ലാം പരിധിക്കുള്ളിലാണോ? അപ്പൊ ഷുഗറും പിന്നെ കൊളസ്ട്രോളും എല്ലാം പരിധിക്ക് അകത്ത് തന്നെയാണ്. ഈ ലോസാറിന്റെ ഒരു ഗുളിക 5ന്റെ ഒരെണ്ണം കഴിക്കും. അത് കഴിച്ചോളൂ. പുകവലിക്കൂ? വലിക്കും. പുകവലി ഉണ്ടെങ്കിൽ അത് പ്രധാനമാണ്. പുകവലി ഒഴിവാക്കണം. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പുകവലി വളരെ കുറവാ. വളരെ കുറവെന്നൊരു പുകവലിക്ക് അങ്ങനെ വളരെ കുറവെന്നോ കൂടുതലെന്നോ ഇല്ല. ഒരു പുകവലി ഒഴിച്ചാൽ പോലും അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പൊ പുകവലി ഒഴിവാക്കണം. ഞാൻ മെഡിറ്റേഷനിൽ വന്നിട്ടുണ്ട്, സാറിന്റെ അടുത്ത് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പൊ നമ്മളിപ്പോ നമുക്ക് ഈ ആയാസപ്പെടുന്ന സമയത്തൊന്നും വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നാളെ ഒരു ഹൃദയാഘാതമോ അല്ലെങ്കിൽ പക്ഷാഘാതമോ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ പ്രഷർ പരിധിക്കുള്ളിലായിരിക്കണം, ഷുഗർ പരിധിക്കുള്ളിലായിരിക്കണം, കൊളസ്ട്രോൾ പരിധിക്കുള്ളിലായിരിക്കണം, പുകവലിക്കാൻ പാടില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഹെൽത്തിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് പ്രഷറും ഒരുപാടങ്ങ് കുറവും. അപ്പൊ അവര് പറഞ്ഞ് ഉപ്പ് നാരങ്ങ വെള്ളത്തിൽ ഇട്ട് കലക്കി കുടിക്കാൻ പറഞ്ഞു. അപ്പൊ അതിനെക്കാട്ടിയായിട്ട് ഗുളികയുടെ ഡോസ് വേണം കുറയ്ക്കാം. എത്ര കഴിക്കുന്നല്ലോ സാർ? 50? ഗുളിക? പ്രഷറിന്റെ ഗുളിക എത്ര ഡോസ് കഴിക്കുന്നത്? ലോസാർ 50ന്റെ ഒരെണ്ണം. 50ന്റെ കഴിക്കുമ്പോൾ പ്രഷർ കുറയുന്നുണ്ടെങ്കിൽ അത് 25ആയിട്ട് കുറയ്ക്കാം. അത് 25ആയിട്ട് കുറയ്ക്കാം. അല്ല, ലോസാർ 50 കഴിക്കുമ്പോൾ പ്രഷർ ഒരുപാട് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ 25ആയിട്ട് കുറയ്ക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ട് പുകവലി ഒഴിവാക്കും. അത് വളരെ പ്രധാനമാണ്. ഒഴിവാക്കാം. ഓക്കെ. പിന്നെ സ്മോൾ അടിയും ഉണ്ട്. അതൊക്കെ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ്. അത് രണ്ടും നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങൾ തന്നെയാണ്. നിയന്ത്രിച്ചല്ലേ പറ്റൂ. മാത്രമല്ല ആരും പ്രവർത്തിക്കാനും വീട്ടിൽ ഞാനും വൈഫും മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ കണ്ടൊരു കിളവനും കിളവിയല്ലേ. ആഹാരമൊക്കെ ഭയങ്കര കൺട്രോൾ. അമിതമായിട്ടൊന്നും കഴിക്കത്തൊന്നും. നല്ല കാര്യം. ശരി. പിന്നെ സൈക്കിളോട്ടുണ്ട് നടത്തിയുണ്ട്. അത് തുടർന്ന് പോയിക്കോളൂ. നല്ല വ്യായാമങ്ങളാണ്. തുടർന്ന് പോയിക്കോളൂ. ഓക്കെ. പിന്നെ മറ്റു മാനസിക വിഷമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ശരി. ഓക്കെ. ഓക്കെ. അപ്പോ നമുക്ക് വീണ്ടും അടുത്തൊരു കോൾ വരുന്നുണ്ട്. നമുക്കൊന്ന് കോളിലേക്ക് തന്നെ പോകാം. നമസ്കാരം. നമസ്കാരം. സംസാരിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ. ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഡോക്ടർ, എനിക്ക് ഞാനൊരു 20 വർഷമായിട്ട് ഹൈപ്പോ തൈറോയിഡ് പിന്നെ മരുന്ന് കഴിക്കുന്നുണ്ട്. തൈറോനോ. അതിനുശേഷം മുതൽ എനിക്ക് പനി വരുമ്പോ, അന്നൊക്കെ നേരത്തെ പനി വന്നിട്ട് ചുമയും ശ്വാസം മുട്ടലുമായിട്ട് വരും. നല്ലതായിട്ട് ശ്വാസം മുട്ടൽ മാറി കഴിഞ്ഞാൽ കുറെ ദിവസത്തേക്ക് 2 ആഴ്ചത്തോളം അങ്ങ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാ. ഇങ്ങനെ എനിക്ക് തന്നെ അങ്ങ് അറിയാം. കുറച്ച് നാളത്തേക്ക് അങ്ങനെ കണ്ടിന്യൂസ് വന്നോണ്ടിരിക്കുമ്പോ ഈ കോവിഡ് ഒക്കെ വന്നത്. കോവിഡ് വന്ന ശേഷം മുതൽ ഇപ്പം ഞാനൊരു BP പേഷ്യന്റ് ആട്ടാ. എനിക്ക് ഹൈ BP ആണ്. ഇപ്പൊ 8 വർഷമായിട്ട് ഞാൻ സിലാക്കർ കഴിക്കുന്നുണ്ട്. അപ്പൊ കോവിഡ് വന്ന ശേഷം മുതൽ എനിക്ക് പനി വരത്തില്ല, ചുമയും ശ്വാസം മുട്ടലോ വരുന്നേ. ഇപ്പൊ ആ ഒരു ചെറിയൊരു അവസ്ഥയിലിരിക്കുവാ ഞാൻ. സംസാരിക്കുമ്പോ ഞാൻ ചോദിക്കുന്നത്, ഈ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ മരുന്ന് കഴിച്ചിട്ട് ഏറ്റവും അവസാനം ഈ ഹാർട്ടിന് പ്രശ്നം വരുമോ? ഇല്ലില്ല. ഗുളിക കഴിക്കുമ്പോൾ കാരണം ഒരിക്കലും ഹാർട്ടിന് പ്രശ്നം വരത്തില്ല. ഗുളിക കഴിക്കാതെ തൈറോയിഡ് പ്രവർത്തനം കുറഞ്ഞു നിന്നാലാണ് ഹാർട്ടിനെ ബാധിക്കുന്നത്. തൈറോയിഡ് അവസാനം നോക്കുമ്പോ കൺട്രോൾഡ് ആണോ? TSH ഒക്കെ നോക്കുമ്പോൾ കൺട്രോൾഡ് ആണ്. അത് 150 തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് 100 മില്ലിഗ്രാമിലാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 100 മൈക്രോഗ്രാം. അത് കഴിച്ച് തൈറോയിഡ് പ്രവർത്തനം ഒരു 6 മാസത്തിലൊരിക്കൽ ചെക്ക് ചെയ്ത് പരിധിക്കുള്ളിലാണോ നോക്കണം. തൈറോയിഡ് പ്രവർത്തനം നോർമലാക്കി വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിനെ ബാധിക്കത്തില്ല. തൈറോയിഡ് പ്രവർത്തനം കൂടിയാലോ കുറഞ്ഞാലോ ഹാർട്ടിനെ ബാധിക്കും. ഡയബറ്റിക് അല്ല. പിന്നെ നെഞ്ചരിച്ചിൽ വരുന്നുണ്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ. വേറെ കൊളസ്ട്രോൾ ഒക്കെ പരിധിക്കുള്ളിലാണോ? കൊളസ്ട്രോളും വലിയ ഇപ്പം പ്രോബ്ലം ഒന്നുമില്ല. ഇടയ്ക്ക് വെച്ചിട്ട് 300 ഒക്കെ വന്നായിരുന്നു. ശരി. അപ്പൊ നമ്മുടെ സംശയം ഹാർട്ടിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് അറിയാനാണോ? ഹാർട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. നടക്കാനൊക്കെ ബുദ്ധിമുട്ട്. നടക്കുമ്പോ ബുദ്ധിമുട്ട്. നമ്മളിപ്പോ ഇച്ചിരി സ്പീഡിൽ നടക്കാം. എനിക്ക് പറ്റത്തില്ല. ഇപ്പൊ ഇച്ചിരി വേറെ പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുവാ ഞാൻ മെഡിസിൻ ഡോക്ടറായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹാർട്ടിന്റെ എക്കോ സ്കാനിങ് ട്രിപ്പിൾ ടെസ്റ്റ് ഒക്കെ നോക്കി ഇത് ഹാർട്ടിന്റെ ആണോ അതോ ശ്വാസോച്ഛത്തിന്റെ ആണോ വിമിഷ്ടം എന്നുള്ള കണ്ടുപിടിക്കണം. അപ്പം ഡോക്ടറിനോട് പറഞ്ഞ് ഇഞ്ചക്ഷൻ തന്ന് എന്നെ വിടുക ചെയ്തത്. എന്നിട്ട് പറഞ്ഞ് പ്രശ്നം ഇനി കുറഞ്ഞില്ല എങ്കിൽ നമുക്കത് ECG എടുത്ത് നോക്കാന്ന് പറഞ്ഞു. ECG അന്ന് എടുത്ത് കാണണമല്ലോ. നമ്മുടെ സാധനം ഇങ്ങനെ വരുമ്പോ ഒരു ബേസ് ലൈൻ ECG എടുത്താറ് നോക്കാറുണ്ട്. ഇല്ല, എടുത്തില്ല. അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. പക്ഷെ അഡ്മിറ്റ് ആവാനുള്ള സാഹചര്യം അല്ലായിരുന്നു. ഞാൻ പോന്നു. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതി, നമുക്ക് പരിശോധിച്ച് നോക്കാം. വന്നാൽ മതി. ശരി. ഓക്കെ. താങ്ക് യു ഡോക്ടർ. ഓക്കെ. വിളിച്ചിട്ട് സന്തോഷം. പല ചോദ്യങ്ങൾ ഇപ്പം നമ്മുടെ ശ്രോതാക്കൾ ചോദിച്ചു. അപ്പൊ ഇതിനകത്ത് തന്നെ നമ്മളിപ്പോ പലപ്പോഴും പറയാറുണ്ട്, ഒരു തവണ ഹാർട്ട് അറ്റാക്ക് വന്നു,
എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ കഴിച്ചാൽ ഒരു പക്ഷെ അപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു, പക്ഷെ പിന്നെയും നമ്മൾ കേൾക്കുന്നുണ്ട് വീണ്ടും വരുന്നു. ഇതെന്താണ് അങ്ങനെ? ഇതങ്ങനെ എത്ര പ്രാവശ്യം വരും? അല്ലെങ്കിൽ അല്ലെ, ഹൃദ്രോഗം നമുക്ക് ഒരിക്കലും ചികിത്സ ഭേദമാക്കാൻ പറ്റുന്ന അസുഖമല്ല, ഒരു നിയന്ത്രിക്കാൻ പറ്റുന്ന അസുഖമാണ് രക്തധമനികൾ ബ്ലോക്ക്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പ്രധാന കാരണങ്ങൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പുകവലിയാണ്. നമ്മളിത് ഒരിക്കൽ ഹൃദ്രോഗം വന്ന ഒരു പ്രത്യേകിച്ച് പ്രമേഹമൊക്കെ നമുക്ക് എത്ര നിയന്ത്രിച്ചാലും ഫലപ്രദമായി നിയന്ത്രിക്കണമെന്നില്ല. മാത്രമല്ല രോഗികൾ തുടക്കത്തിൽ ഒരു ആദ്യത്തെ ഒരു 6 മാസം 1 കൊല്ലമൊക്കെ വളരെ പ്രോപ്പറായിട്ട് അവർ മരുന്നും കഴിക്കുന്നു, ജീവിതശൈലി മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും കാലക്രമേണ അവരിതെല്ലാം പിന്നെ ഒന്നുകിൽ മരുന്ന് നിർത്തുവോ, അല്ലെങ്കിൽ ഭക്ഷണ നിയന്ത്രണം ഇല്ല, വ്യായാമം ഇല്ല, ഷുഗറൊന്നും പ്രോപ്പറായിട്ട് കൺട്രോൾ ആവില്ല. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ ഇത് ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുന്നത്. ഓക്കെ. അപ്പം അതോടൊപ്പം തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ആൻജിയോഗ്രാം ടെസ്റ്റ് അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ ഇത് ഈ എത്ര ബ്ലോക്ക് വരുമ്പോഴാണ് ഇത്തരം ചികിത്സയിലേക്ക് നമ്മൾ പോകുന്നത്? അല്ല, ഇപ്പൊ ഹൃദ്രോഗമാണ് ഇപ്പൊ പരിശോധനയുള്ള ഇപ്പൊ നെഞ്ചുവേനായിട്ട് വന്ന രോഗി നമ്മളത് ഹൃദ്രോഗം മൂലമുള്ള വേദനയാണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഹൃദയത്തിന്റെ പേശികൾ കൊടുക്കുന്ന രക്തക്കുഴലിൽ എത്രമാത്രം ബ്ലോക്ക് ഉണ്ട് അതിന്റെ തീവ്രത കണ്ടുപിടിക്കുന്ന പരിശോധനയാണ് ഈ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. അത് നമ്മൾ കൈത്തണ്ടയിലെ റേഡിയൽ ആർട്ടറി വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോയിനിലെ ഫെമൽ ആർട്ടറി വഴിയോ പോയിട്ട് ഹൃദയത്തിന്റെ രക്തക്കുഴലിനകത്ത് ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്ത് 2 സൈഡിലെ രക്തം, മൊത്തം 3 രക്തക്കുഴലാണ് ഹൃദയത്തിലുള്ളത്. ഇടത്തെ ഭാഗത്ത് 2 രക്തക്കുള്ളും വലതേ ഭാഗത്ത് 1 രക്തക്കുള്ളും. അപ്പൊ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് ഒരു എക്സ്റേ എടുത്ത് നോക്കും, നമുക്ക് ഈ ബ്ലോക്ക് എവിടെ കൊണ്ടെന്ന് അറിയാൻ പറ്റും, അതിന്റെ തീവ്രത അറിയാൻ പറ്റും. ഇതിന് ആ തീവ്രത അനുസരിച്ചിട്ടാണ് രോഗിക്ക് ചികിത്സ ചെയ്യുന്നത്. ഇപ്പൊ മിക്കവാറും എല്ലാ ബ്ലോക്കും നമുക്ക് ബലൂൺ ചികിത്സ, ബൈപ്പാസ് ശസ്ത്രക്രിയ കൂടാതെ തന്നെ ബ്ലോക്ക് മാറ്റാൻ പറ്റുന്ന സംവിധാനങ്ങളായിട്ടുണ്ട്. പക്ഷെ എങ്കിലും ചില ബ്ലോക്കുകൾ വളരെ ഹൃദയത്തിന്റെ മെയിൻ രക്തക്കുഴൽ അല്ലെങ്കിൽ 3 രക്തക്കുഴലിൽ സാരമായ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചില ബൈപ്പാസ് ശസ്ത്രക്രിയ തന്നെ വേണ്ടിവരും. അത് നമ്മൾ ഈ ബ്ലോക്കിന്റെ തീവ്രത അനുസരിച്ചും രോഗിയുടെ ആ ഹൃദയത്തിന്റെ പ്രവർത്തനം അനുസരിച്ചും ബാക്കി രോഗിയുടെ പ്രായമൊക്കെ അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് ബൈപ്പാസ് ശസ്ത്രക്രിയയാണോ ബലൂൺ ചികിത്സയാണോ വേണ്ടെന്നുള്ളത്. ബലൂൺ ചികിത്സ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള ചികിത്സ. ഓക്കെ. അപ്പം ഒന്നിൽ കൂടുതലാവുമ്പോഴാണോ ഒരു പക്ഷേ ബൈപ്പാസ് പോലുള്ള സർജറിയിലേക്ക് നമ്മൾ പോകുന്നത്? പണ്ടൊക്കെ ഒരു 10-15 കൊല്ലത്തിന് മുമ്പ് വരെ ഹൃദയത്തിന്റെ മെയിൻ പ്രധാന രക്തധമനിയിലെ ബ്ലോക്ക് അല്ലെങ്കിൽ 3 രക്തക്കുളം ബ്ലോക്കാണെങ്കിൽ ബൈപ്പാസ് മാത്രമായിരുന്നു ചികിത്സ. പക്ഷെ ഇന്നിപ്പോ ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വന്നിട്ടുണ്ട് സ്റ്റെന്റിലും മരുന്നിലും ഒക്കെ. അപ്പൊ ഇപ്പൊ ഏത് ബ്ലോക്ക് ഇപ്പം നമുക്ക് ആൻജിയോപ്ലാസ്റ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ബൈപ്പാസ് അങ്ങനെ ബൈപ്പാസ് മാത്രമായിട്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷെ ചില ബ്ലോക്കുകളുണ്ട്, നമ്മൾ ഈ ഒരു ബ്ലോക്കിലെ തീവ്രത മാത്രമല്ല, ഈ ബ്ലോക്കിന്റെ തീവ്രത, ഹൃദയത്തിന്റെ പ്രവർത്തനം, പിന്നെ രോഗിക്ക് പ്രമേഹമുണ്ടോ, രോഗിയുടെ പ്രായം, ഇതെല്ലാം നോക്കിയിട്ടാണ് രോഗിക്ക് ബലൂൺ ചികിത്സയാണോ ബൈപ്പാസ് ആണോ നമ്മൾ തീരുമാനിക്കുന്നത്. അല്ല നമ്മളൊരു നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഇത് ഇത്തരം ഘടകങ്ങളും കൂടെ എല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ട് വേണം. ഇപ്പൊ തന്നെ ഒരു പക്ഷേ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ പ്രത്യേകിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഹൃദ്രോഗം 2 തരത്തിലുണ്ട്. ഒന്ന് പൊടുന്നനെ വരുന്ന അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, പെട്ടെന്ന് രോഗി കടുത്ത നെഞ്ചുവേനായിട്ട് ആശുപത്രി വരുന്നുണ്ട്. അത് വളരെ എമർജൻസിയാണ്. അതിനായിട്ട് നമ്മൾ ടൈം ഈസ് മസിൽ എന്ന് പറയുന്നത്. ഇപ്പൊ കടുത്ത നെഞ്ചുവേനായിട്ട് വരുന്ന രോഗിക്ക് ഈ ഹൃദയത്തിന്റെ 3 രക്തക്കുള്ള ഏതെങ്കിലും രക്തക്കുള്ള പെട്ടെന്ന് അടഞ്ഞു പോകും, 100% അടഞ്ഞു പോകും. 100% അടഞ്ഞു പോകുമ്പോഴത്തേക്ക് അത്രയും ഭാഗത്തുള്ള രക്തയോട്ടം കുറഞ്ഞ് മുറിവുണ്ടാകുന്ന ഈ ഹൃദയാഘാതം പറയുന്നത്. അപ്പൊ അതിന്റെ ചികിത്സ നെഞ്ചുവേന തുടങ്ങി എത്രയും മിനിറ്റിനുള്ളിൽ അടഞ്ഞ രക്തക്കുള്ള തുറന്നു വിട്ട് രക്തയോട്ടം പുനഃസ്ഥാപിക്കണം. ഇല്ലെങ്കിൽ ഒരു 6 മുതൽ 12 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആ മസിൽ കംപ്ലീറ്റ് ഡാമേജ് ആയി പോകും. അപ്പൊ അതിനുശേഷം നമ്മൾ രക്തയോട്ടം പുനഃസ്ഥാപിച്ചാൽ രോഗിക്ക് പ്രയോജനം കിട്ടണമെന്നില്ല. അപ്പൊ അത് കാലക്രമേണ രോഗിക്ക് ചിലപ്പോൾ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ രോഗിയുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറഞ്ഞ് അത് നമ്മൾ രോഗാതുരവസ്ഥ, ഹാർട്ട് ഫെയിലർ എന്നുള്ള കണ്ടീഷനിലോട്ട് പോകും. ആ രോഗിയുടെ ജീവിതം തന്നെ താളം തെറ്റും. അപ്പൊ ഈ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഒരു സംശയമില്ല, എത്രയും പെട്ടെന്ന് അടുത്ത ആശുപത്രിയിൽ പോയിട്ട് അടഞ്ഞ രക്തങ്ങൾ കണ്ടുപിടിക്കുന്ന ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്തിട്ട് ആ ബ്ലോക്ക് മാറ്റുക എന്നുള്ളതാണ് അതിന്റെ ചികിത്സ. രണ്ടാമത്തെ അസുഖം ഞാൻ പറഞ്ഞാൽ പതുക്കെ നടക്കുമ്പോഴൊക്കെ തോന്നുന്നത് ക്രോണിക് കൊറോണറി സിൻഡ്രോം, അതായത് ആയാസപ്പെടുമ്പോൾ മാത്രം വരുന്ന നെഞ്ചുവേന. പതുക്കെയായിട്ട് ഈ രക്തക്കുള്ളിൽ ഒരു 70% മേലെ ബ്ലോക്ക് വരുമ്പോഴാണ് ആയാസപ്പെടുന്ന അസ്വസ്ഥത വരുന്നത്. അതായത് നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് ഈ ബ്ലോക്കിന്റെ തീവ്രത നോക്കണം. ഇപ്പൊ ചെറിയ ബ്ലോക്കുകൾ, ചെറിയ രക്തക്കുള്ളൊക്കെ ആ ബ്ലോക്ക് എങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ച് പോയാൽ മതിയാവും. പക്ഷെ ഹൃദയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് ആ ബ്ലോക്ക് എങ്കിൽ ഈ ബ്ലോക്ക് വെച്ചുകൊണ്ടിരുന്ന രോഗിക്ക് നാളെ ചിലപ്പോൾ മരണം സംഭവിക്കാം. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ രക്തയോട്ടം പുനഃസ്ഥാപിക്കുന്നത്. ഒന്ന്, രോഗിയുടെ ആയുസ് നീട്ടാനും, 2, രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അവരുടെ ജീവിത സൗഖ്യം. ഇപ്പം ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മരുന്ന് ചികിത്സ മാത്രമാണെങ്കിൽ രോഗി ചിലപ്പോൾ ഇത്തിരി നടക്കുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ ജോലി ചെയ്യുമ്പോഴൊക്കെ നെഞ്ചിന് അസ്വസ്ഥ വരും. അതായത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കും. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ രക്തയോട്ടം പുനഃസ്ഥാപിക്കുന്ന ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസോ ചെയ്യുന്നത്. അത് നമ്മൾ ഈ ബ്ലോക്കിന്റെ തീവ്രത കണ്ടിട്ടാണ് ചെയ്യുന്നത്. അത് ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ക്രോണിക് ആയിട്ട് പതുക്കെയായിട്ട് വരുന്ന ബ്ലോക്കുകൾക്കാണ് വേണ്ടത്. പക്ഷെ പെട്ടെന്ന് ഉണ്ടാവുന്ന വേദനയ്ക്ക് ഏറ്റവും നല്ല ചികിത്സ എത്രയും പെട്ടെന്ന് അടുത്ത ആശുപത്രിയിൽ പോയി ഈ അടഞ്ഞ രക്തങ്ങൾ തുറന്നു വിടണം. ഇല്ലെങ്കിൽ അവർ 6 മുതൽ 12 മണിക്കൂർ ശേഷമാണെങ്കിൽ ആ മസിൽ കംപ്ലീറ്റ് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിലും രോഗിക്ക് വലിയ ബെനിഫിറ്റ്, അതിന്റെ പ്രയോജനം കിട്ടണമെന്നില്ല. അത് രോഗിയുടെ ജീവൻ ഒന്ന് ചിലപ്പോൾ മരണത്തിൽ കലാശിക്കാം, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലർ പോലുള്ള ഗുരുതരമായ അനന്തര ഫലത്തിലോട്ട് പോകാനും സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ പലപ്പോഴും നമ്മളുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ചില മിഥ്യാധാരണകളും ഈ ഒരു കാര്യത്തിലുണ്ടാവുമല്ലോ. തീർച്ചയായും. അത്തരം എന്തൊക്കെ തരത്തിലുള്ള മിഥ്യാധാരണകളാണ് ഈ ഒരു ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ടുള്ളത്? അല്ല, പ്രധാനമായിട്ട് ഒന്ന് മുമ്പേ പറഞ്ഞ പോലെ നെഞ്ചുവിന് വരുമ്പോൾ ഒരു ഗ്യാസാന്ന് പറഞ്ഞത് തള്ളിക്കളയും, ചിലപ്പോൾ അത് ഹൃദ്രോഗം മൂലമുള്ള
വേദനയായിരിക്കും. പിന്നെ ഹൃദ്രോഗത്തിന്റെ ചികിത്സ പെട്ടെന്നുണ്ടാവുന്ന അക്യൂട്ട് കൊറോണറി സിൻഡ്രോം അടിയന്തര ചികിത്സ വേണ്ട, നമുക്ക് അതിലൂടെ കാലതാമസം പാടില്ല. പിന്നെ ചികിത്സയുടെ എക്സ്പെൻസ്, കോസ്റ്റ് ആണ് ഏറ്റവും പ്രധാനം. അപ്പൊ അവിടെ വരുമ്പോഴാണ് ആൾക്കാർക്ക് അതൊരു സംശയം, നമ്മളത് വെറുതെ അനാവശ്യമായിട്ട് ചെയ്യുന്നതാണോ, അങ്ങനെയല്ല. അതിപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കി വരും. പെട്ടെന്നുള്ള നെഞ്ചുവേദന വരുവാണെങ്കിൽ അതിനകത്ത് കോസ്റ്റ്, ഒരു എക്കോണമി നോക്കേണ്ട കാര്യമില്ല. കാരണം അത് ജീവനും മരണവും തമ്മിലുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അത് നമ്മൾ സാമ്പത്തികമായിട്ട് ഇപ്പം, പക്ഷെ നമ്മൾ എനിക്കൊന്ന് കേരളത്തിലാണെന്ന് തോന്നുന്നു, നമ്മൾ എവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ആൻജിയോപ്ലാസ്റ്റിക്കൊക്കെ ഏറ്റവും വിലക്കുറവ്. ഇവിടെ തൊട്ടടുത്ത സംസ്ഥാനമെങ്കിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളോ നോക്കുവാണെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസിനൊക്കെ ചെയ്യണമെങ്കിൽ ലക്ഷങ്ങളാവും. ലക്ഷം എന്ന് വെച്ചാൽ 10 മുതൽ 20-25 ലക്ഷം പക്ഷെ ഇപ്പൊ വരെ. ഇതിനൊക്കെ വേണ്ടി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന, അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അതിന് പോലും ഒരു പക്ഷേ നല്ല റേറ്റ് ആകുന്നുണ്ടല്ലോ. അത് പലപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൽ പോലും നമുക്ക് അല്ലെങ്കിൽ പറയുമ്പോൾ ഇന്ന അല്ലെ ഇന്ന കാര്യമാണ് ഏറ്റവും നല്ലത്, ഇത്ര റേറ്റിലാണ് നല്ലത് നമുക്ക് പറയേണ്ട ഒരു സാഹചര്യം വരാറുണ്ടല്ലോ. അത് പലർക്കും ഒരു ധാരണ അല്ലെ, ഒരു മിഥ്യാധാരണ, ഇത് കൂടുതലാണെങ്കിൽ നല്ലതാണെങ്കിൽ കുറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ വരാറുണ്ടല്ലോ. അപ്പൊ അതിനൊരു ശരിയായ ഉള്ള ഒരു മറുപടി എന്തായിരിക്കും? അല്ല, മറുപടി പ്രധാനമായിട്ട് അതിലേക്ക് എത്താം. നമുക്കൊരു കോൾ ഉണ്ട്, നമുക്കൊന്ന് കോൾ എടുക്കാം. ഹലോ. നമസ്കാരം, ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ചോദിച്ചോ. ഡോക്ടർ, ഞാന് 20 വർഷം കൊണ്ട് മരുന്ന് കഴിക്കുന്ന ഹാർട്ടിന് എന്ന് പറഞ്ഞ ചില മരുന്നായിരുന്നു. അങ്ങനെ ഇപ്പൊ കുറച്ച് മരുന്ന് അന്നോട്ടേ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇടയ്ക്ക് വെച്ചേക്ക് ജോലിക്ക് പോകുമ്പം മരുന്നൊക്കെ ഒന്ന് മാറുമായിരുന്നു, കഴിക്കാതൊക്കെ ഇരുന്നു. ഇനിയിപ്പം ഇപ്പൊ ഒരു 2 മാസത്തിന് മുമ്പ് എനിക്ക് ഈ ഒരു ചെറിയ കാലുവേദന പോലെ വന്നത്. എന്നിട്ട് ശ്വാസം മുട്ടും ചുമയും. അങ്ങനെ പെട്ടെന്ന് അടുത്തൊരു ആശുപത്രി കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുത്തോ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, കൊണ്ടുവന്നു. USA ചെന്നപ്പോ അവിടെയും പറ്റത്തില്ല, ലിസിക്ക് കൊണ്ടുപോയി. ശ്യാം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്യുന്ന ലിസിക്കിലെ റിയാസ് ഡോക്ടറെ പോയി കണ്ടായിരുന്നു. അദ്ദേഹം പേപ്പറെല്ലാം നോക്കി, എല്ലാ പഴയ പേപ്പറെല്ലാം നോക്കിയിട്ട് പറഞ്ഞു അമ്മ ഇപ്പൊ തൽക്കാലം 1 മാസത്തെ മരുന്ന് കഴിച്ച് നോക്കട്ടെന്ന് പറഞ്ഞു. വീണ്ടും 1 മാസം കഴിഞ്ഞ് ചെന്നപ്പോ വീണ്ടും ഇപ്പൊ 2 മാസത്തേക്ക് തന്നു. എനിക്ക് ഇച്ചിരി ഓവർ വണ്ണം ഉണ്ട് കേട്ടോ, 60 കിലോ വെയിറ്റ്. 60 കിലോ അങ്ങനെ റെസ്റ്റില്ല. ഓക്കെ, ശരി. നമ്മുടെ സംശയം എന്താണ്, നമുക്ക് അറിയേണ്ടത് എന്താണ്? അറിയേണ്ടുന്ന ഈ ഇപ്പൊ വെയിറ്റ് കുറയ്ക്കാനും വണ്ണമേ. നമ്മുടെ ഉയരം എത്ര ഉണ്ട്, ഹൈറ്റ് എത്ര ഉണ്ടെന്ന് അറിയാമോ? ഹൈറ്റിന്റെ ഓർമ്മയില്ല, വെയിറ്റ് അറിയാവുള്ളൂ. 60 കിലോ അത്ര വലിയ 60 കിലോ 100 മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അത് തലച്ചോറിനും ബ്ലഡ് ഓട്ടക്കുറവുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, നമ്മള് കഴുത്തിന് വേദനയുണ്ട്. അല്ല, അത് നമ്മുടെ ഇപ്പൊ അറിയേണ്ടത് വെയിറ്റ് 60 കിലോ എനിക്ക് കെട്ടിട്ട് വലിയ കൂടുതൽ വെയിറ്റ് ആണെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഉയരം എനിക്ക് തോന്നുന്നു എത്ര ഒരു കഷ്ടിച്ചിട്ട് 150-160 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരു 50-60 കിലോയ്ക്ക് ഇടയ്ക്ക് മതി. പക്ഷെ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും മാത്രമേ ഉള്ള ഒരു പരിഹാര മാർഗ്ഗമുള്ളൂ. ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക, വ്യായാമം ചെയ്യുന്ന തോത് കൂട്ടുക, പിന്നെ മരുന്നുകളെല്ലാം കറക്റ്റായിട്ട് കഴിച്ച് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും നിയന്ത്രിക്കുക. ആയാസപ്പെടുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്ത് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ശരി. പിന്നെ അതേപോലെ ഡോക്ടർ ഈ ഭക്ഷണക്രമം എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് പറയാമോ? ഭക്ഷണക്രമം സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെ കഴിക്കാം, പക്ഷെ പൊതുവെ ആരും അത് ഉപ്പ് കുറയ്ക്കണം. പ്രഷറുള്ള സ്ഥിതിക്ക് 1/2 ടീസ്പൂണിക്കുള്ള ഉപ്പ് പാടില്ല. എണ്ണ പൊതുവെ വെളിച്ചെണ്ണ പാമ്പോയിലും ഒരു 3 ടീസ്പൂണുകൾ ഒരു ദിവസം പാടില്ല. മധുരത്തിന്റെ അളവ് കുറയ്ക്കണം. അതൊക്കെയാണ് പ്രധാനമായിട്ട് വേണ്ടത്. ശരി, ഓക്കെ. നമുക്ക് കോൾ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം, ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ചോദിച്ചോളൂ. ചോദിച്ചോളൂ. എനിക്ക് ഡോക്ടറെ നമസ്കാരം. കേട്ടോ, ചോദിച്ചോളൂ. ഈ കുറച്ച് ദിവസം ഈ ഇടത്തെ കൈ ഇങ്ങനെ തിരിഞ്ഞു വരത്തില്ല, ടൂള് വാങ്ങാം, തിരിഞ്ഞു വരാൻ പാടാ. പിന്നെ അതിനുശേഷം ഇടത്തെ സൈഡിന് ഈ ബ്രസ്റ്റ് ഭാഗത്ത് നീരും വരുന്നുണ്ട്, ചെറിയ ചൂട് പോലെ ആ ഭാഗത്ത് തോന്നും. ചൂട്. പക്ഷെ ലോക്കൽ പ്രോബ്ലം ആണെങ്കിൽ അതൊരു സർജനെയോ ഓർത്തോ ഡോക്ടറെയാണ് കാണേണ്ടത്. ലോക്കലായിട്ട് അവിടെ ചൂടും കൈത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഹാർട്ടിന്റെ ആയിട്ട് തോന്നുന്നില്ല, അത് കൂടുതലും അവിടുത്തെ പേശിവേദന അല്ലെങ്കിൽ അവിടുത്തെ ബ്രസ്റ്റ് റിലേറ്റഡ് പ്രോബ്ലം ആണ്. അതൊരു സർജനെ ഒന്ന് കാണുക. നെഞ്ചിന്റെ ഭാഗത്ത് നീര് വരുന്നത് എന്താ? അതാ, നെഞ്ചിന്റെ ഭാഗത്ത് നീര് എന്താന്നുള്ളത് നോക്കണം. അണുബാധയാണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നോക്കണം. അത് അതെ. ഓക്കെ, വിളിച്ചത് സന്തോഷം.
അപ്പോൾ ഡോക്ടർ, നമ്മൾ നേരത്തെ ഞാൻ ചോദിച്ചു പല ഉപകരണങ്ങൾ, അപ്പൊ അതിന്റെ റേറ്റിൽ പലപ്പോഴും നമ്മളുടെ ജനങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. എന്താണ്, അവർക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നല്ലൊരു ചിലവാകും അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് ഡോക്ടർക്ക് ഒരു വ്യക്തത കൊടുക്കാൻ സാധിക്കും? അല്ല, നമ്മൾ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ബ്ലോക്കിന്റെ തീവ്രത അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു, ചില ബ്ലോക്കുകൾ വളരെ സിമ്പിൾ, ലളിതമായ ബ്ലോക്കുകളുടെ കാഠിന്യമുള്ള ബ്ലോക്കുകൾ, പ്രത്യേകിച്ച് കാൽസ്യം അടങ്ങിയ ബ്ലോക്ക് പറയാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബ്ലോക്കുകൾ. ഇത്തരം ബ്ലോക്കുകൾ മാറ്റുമ്പോഴത്തേക്ക് ഈ ബ്ലോക്കുകൾ, ഈ ഹൃദയത്തിന്റെ ബ്ലോക്കിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ കാൽസ്യം അടങ്ങിയ, പ്രത്യേകിച്ച് പ്രായമായവർക്ക്, അല്ലെങ്കിൽ ദീർഘകാലം പ്രമേഹമുള്ളവർക്ക്, അല്ലെങ്കിൽ കിഡ്നി തയ്യാറുള്ളവർക്കൊക്കെ ഈ രക്തത്തിൽ കാൽസ്യം അടങ്ങിയ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ബലൂൺ കൊണ്ട് വികസിപ്പിച്ച് സ്റ്റെന്റ് ഇടാൻ പറ്റത്തില്ല. ആ കാൽസ്യം ഒഴിക്കാനായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതനുസരിച്ച് ആൻജിയോപ്ലാസ്റ്റിയുടെ കോസ്റ്റും കൂടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്കിന്റെ തീവ്രത നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ അത് ഒരു 100 കേസ് എടുക്കണമെങ്കിൽ ഒരു 80-90% നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി ആയിരിക്കും. പക്ഷെ ഒരു 10% ആൾക്കാർക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ കാഠിന്യമുള്ള തടസ്സങ്ങൾ കാണും. അപ്പൊ അത്തരം തടസ്സങ്ങൾ നീക്കണമെങ്കിൽ അതനുസരിച്ചുള്ള മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്നതനുസരിച്ച് ആൻജിയോപ്ലാസ്റ്റിയുടെ കോസ്റ്റും കൂടാം. അപ്പൊ നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ട് ഇപ്പൊ രോഗിക്ക് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റേ രോഗിക്ക് ഒരു 1.5 ലക്ഷത്തിന് തീർന്നെങ്കിൽ വേറെ രോഗി ചെയ്യുമ്പോൾ ഒരു 3, 4, 5 ലക്ഷം രൂപയാവും. അത് ഈ ബ്ലോക്കിന്റെ കാഠിന്യം അനുസരിച്ചിരിക്കും. അതുപോലെ ബ്ലോക്കിന്റെ എത്രമാത്രം ബ്ലോക്ക് ഉണ്ട്, എത്ര സ്റ്റെന്റ് വേണ്ടി വരുന്നു, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അനുസരിച്ചിരിക്കും. പക്ഷെ സാധാരണ നമ്മൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം ഈ ബ്ലോക്കിന്റെ തീവ്രത രോഗികളെ കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ വലിയൊരു മിഥ്യാധാരണകൾ വരേണ്ട ഒരു കാര്യമില്ല. നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്, താരതമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു കോൾ ഉണ്ട്, കോളിലേക്ക് പോവാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോ, ചോദിച്ചു. ഡോക്ടർ, തൈറോയ്ഡ് കിടന്നാലേ തലകറക്കം വരുമോ? എന്താണ്? തൈറോയ്ഡ് ഉണ്ടെങ്കിലേ തലകറക്കം? തൈറോയ്ഡ് ഉണ്ടെങ്കിൽ തലച്ചുറ്റൽ വരത്തില്ല. തലച്ചുറ്റൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ചെവിക്കുള്ളിൽ പ്രോബ്ലമോ അല്ലെങ്കിൽ തലച്ചോറിലെ പ്രോബ്ലം കൊണ്ടാണ്. നമ്മൾ തലച്ചുറ്റൽ എന്ന് പറയണമെങ്കിൽ ചുറ്റുമുള്ള വസ്തുക്കൾ കറങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ സ്വയം കറങ്ങുന്നതായിട്ട് തോന്നുന്നതിനാണ് നമ്മൾ തലച്ചുറ്റൽ എന്ന് പറയുന്നത്. അതല്ലാതെ കണ്ണിരിട്ട് പോലെ വന്നിട്ട് താഴെ വീഴുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തലച്ചുറ്റലല്ല. അമ്മച്ചിക്ക് എന്താണ് ബുദ്ധിമുട്ടായിട്ടുള്ളത്? കോള് കട്ടായിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കാൻ നമ്പർ 0474293111. ഡോക്ടർ, നമുക്ക് ഒരു പ്രാവശ്യം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ഒരിക്കൽ ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ രണ്ടാമതും ഈ ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞ പോലെ ഹൃദയത്തിന്റെ രക്തധമനിൽ ബ്ലോക്ക് വരുന്നവർക്കാണ് ഹൃദ്രോഗം വരുന്നത്. അപ്പൊ ഹൃദയത്തിന്റെ രക്തധമനിൽ ബ്ലോക്ക് വരുന്നവരുടെ ശരീരത്തിൽ ഏത് ഭാഗത്തിന്റെ രക്തങ്ങൾ ബ്ലോക്ക് വരാം. കാലിലോട്ടുള്ള രക്തങ്ങൾ ബ്ലോക്ക് വരാം, തലച്ചോറിലെ രക്തങ്ങൾ ബ്ലോക്ക് വരാം. തലച്ചോറിലെ രക്തങ്ങൾ ബ്ലോക്ക് വരുമ്പോഴേ പക്ഷാഘാതം വരുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണങ്ങൾ ഒന്ന് തന്നെയാണ്. മുമ്പേ പറഞ്ഞ പോലെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പുകവലി, വ്യായാമമില്ല, പൊണ്ണത്തടി, ഇതെല്ലാം അതിന്റെ കാരണങ്ങൾ. അപ്പൊ ഒരിക്കൽ ഹൃദ്രോഗം വന്നവർ ഇതിന്റെ ആയിട്ടുള്ള മരുന്നുകൾ, പിന്നെ 3-4 ഗുളികളുണ്ട്, അത് മുടങ്ങാതെ ജീവിതകാലം മുഴുവൻ കഴിക്കണം. രക്തമലിയിക്കുന്ന ഗുളിക, കൊളസ്ട്രോളിന്റെ ഗുളിക, പിന്നെ പ്രഷറോ ഷുഗറോ ഉണ്ടെങ്കിൽ അതിന്റെ മരുന്നുകൾ കഴിച്ചിട്ട് നിത്യേന അവരുടെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും പരിശോധിച്ച് പരിധിക്കുള്ളിലായിരിക്കണം. ദുശീലങ്ങളെല്ലാം ഒഴിവാക്കണം. ഹൃദയാരോഗ്യത്തിന് സഹായമാകുന്ന ഭക്ഷണ രീതി പാലിക്കണം. ദിവസം വ്യായാമം ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം രണ്ടാമതൊരു ഹൃദ്രോഗം വരാതിരിക്കാൻ. മുമ്പേ പറഞ്ഞ പോലെ ഒരിക്കൽ വന്ന് ചികിത്സിച്ച് ഭേദമാവുന്ന അസുഖമല്ല, പക്ഷെ നമുക്ക് ഫലപ്രദമായി നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, ഈ പുകവലിയെ കുറിച്ച് നേരത്തെ പല ശ്രോതാക്കളും സംസാരിച്ചിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും നമ്മളെ ഹൃദയമായി പലപ്പോഴും പരസ്യങ്ങളിൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറയുന്നത്. നമ്മൾ ഹൃദയവുമായിട്ടുള്ള ഈ പുകവലിയുടെ ഒരു ബന്ധത്തെ കുറിച്ചിട്ട് ഒന്ന് പറയാം. അതെ, പുകവലിക്കുന്നവർക്ക് പ്രത്യേകിച്ച് രക്തക്കുഴലിനകത്ത് ബ്ലോക്കുകൾ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ രക്തം പെട്ടെന്ന് കട്ട പിടിക്കാനും ഈ പുകവലിക്ക് നമ്മളൊരു എടുക്കുന്ന സ്മോക്കിനകത്ത്, സിഗരറ്റ് സ്മോക്കിനകത്തൊക്കെ ഏകദേശം 600 മേലെ ഘടകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പല ഘടകങ്ങളും ഈ രക്തധമനിയിലെ കോശങ്ങൾക്കുള്ളിൽ അതിന്റെ ആവരണത്തിന് ഡാമേജ് പറ്റാനും അതുപോലെ സാന്ദ്രത കൂട്ടി രക്തം കട്ടുപിടിക്കാനുള്ള സാധ്യത വളരെ. അപ്പൊ 1-2 പുകവലിച്ചാൽ പോലും അത് അപകടത്തിന് കാരണമാവും. അതുകൊണ്ട് പുകവലി തീർത്തും പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ ഹൃദ്രോഗം വന്നവർക്കോ പക്ഷാഘാതം വന്നവർക്കോ. നമ്മൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു, പക്ഷെ ഇനി നമുക്ക് പരിഹാര മാർഗങ്ങളിലേക്ക് കൂടി വരേണ്ടതായിട്ടുണ്ട്. കുറേയേറെ പരിഹാരങ്ങൾ ഉണ്ടാവുമല്ലോ ഡോക്ടറിന്റെ? അതെ, ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഹൃദ്രോഗം പഠനങ്ങൾ പറയുന്നത് 80% ഹൃദ്രോഗം മൂലമുള്ള മരണം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുള്ളൂ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ്, ഹൃദ്രോഗം മൂലമാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയാണ് എല്ലാ വർഷവും നമ്മൾ ലോക ഹൃദയദിനം തന്നെ ആചരിക്കുന്നത്. ഇപ്പൊ അടുത്ത സെപ്റ്റംബർ 29 എല്ലാ വർഷവും നമ്മൾ ലോക ഹൃദയദിനം ആചരിക്കുന്നത്. അപ്പൊ ഈ നമുക്കറിയാം ഏത് അസുഖം വന്ന് ചികിത്സയെക്കാട്ടി നല്ലത് വരാതെ നോക്കുന്നതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും ഈ ഹൃദയാഘാതം നമ്മളൊരു 30, 40, 50 വയസ്സിലൊക്കെ ഒരു ഹൃദയാഘാതം പക്ഷാഘാതം ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇതിന്റെ അടിസ്ഥാന കാരണം, അതായത് രക്തധമനിയിലെ തടസ്സങ്ങൾ ആരംഭിക്കുന്ന ഒരു ചെറുതായിട്ട് ബ്ലോക്കുകൾ തുടങ്ങുന്ന ഒരു 15-20 വയസ്സ് മുതലേ തുടങ്ങും. സെക്കൻഡ് ഡെക്കേഡ് ഓഫ് ലൈഫ്, ഒരു അഡോളസന്റ് പീരീഡിൽ തന്നെ ഇതിന്റെ പ്രത്യേകിച്ച് ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പാരമ്പര്യമായിട്ട് ഹൃദ്രോഗം ഉള്ളവർക്ക് ഒരു 15-20 വയസ്സ് മുതലേ രക്തധമനിയിൽ ബ്ലോക്കുകൾ വന്നിട്ട് കാലക്രമേണയാണ് അത് വളർന്ന് വന്നിട്ട്
ഒരു 30, 40, 50 വയസ്സാകുമ്പോൾ അത് പെട്ടെന്ന് ഒരു പൊടുന്നതിന്റെ ഒരു ഹാർട്ട് അറ്റാക്കിലോ സ്ട്രോക്കിലോ പോകുന്നത്. അപ്പൊ അതുവരെ രോഗി പ്രകടമായ രോഗലക്ഷണങ്ങളൊന്നും കാണത്തില്ല. ഇപ്പൊ 40 വയസ്സുള്ള ഒരാൾ പെട്ടെന്ന് ഹൃദയാഘാതം വന്നെങ്കിൽ അത് പെട്ടെന്ന് ഉണ്ടാവുന്നതാണെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങും. അപ്പൊ നമ്മൾ ഹൃദ്രോഗം പ്രതിരോധിക്കണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഡെക്കേഡോ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ മുതൽ തന്നെ അതിന്റെ പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അത് പ്രത്യേകിച്ച് ആദ്യഘട്ട പ്രതിരോധം അല്ലെങ്കിൽ പ്രിമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്, അതായത് നമുക്ക് സ്കൂൾ ചെറുപ്രായത്തിൽ അഡോളസന്റ് ഏജിൽ നമുക്ക് പറയാവുന്ന ഒന്ന് ഹൃദയാരോഗ്യത്തിന് സഹായമാവുന്ന ഭക്ഷണ രീതികൾ. പൊതുവെ വറുത്ത സാധനങ്ങൾ, പൊരിച്ച സാധനങ്ങൾ, മധുരം കൂട്ടിയുള്ള സാധനങ്ങൾ, ഉപ്പ് കുറഞ്ഞത്, ഈ ജങ്ക് ഫുഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ഫാസ്റ്റ് ഫുഡ്സ്, അതിന്റെയൊക്കെ അളവ് കുറയ്ക്കണം. നമ്മുടെ വെയിറ്റ് ഉയരത്തിനനുസരിച്ച് ക്രമീകരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനം വ്യായാമം. പണ്ടൊക്കെ സ്കൂളിലൊക്കെ ഒരുപാട് കുട്ടികൾ കളിക്കാനൊക്കെ വിടുമായിരുന്നു. ഇപ്പൊ അങ്ങനെ വ്യായാമത്തിന്റെ തോത് വളരെ കുറവ്. എന്തെങ്കിലും ഒരു വ്യായാമത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ദുശീലങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ഒരു 18-20 വയസ്സാകുമ്പോൾ പുരുഷന്മാർ പ്രത്യേകിച്ച് പുകവലിയിലോട്ട് പോകാൻ ഒരു ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ പുകവലിയെ കുറിച്ചുള്ള അതിന്റെ ബോധവൽക്കണം, അതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ബോധവൽക്കണം. അപ്പൊ ഇത് മൂന്നുമാണ് ആദ്യഘട്ട പ്രതിരോധം. ഹൃദയാരോഗ്യത്തിന് സഹായമായ ഭക്ഷണ രീതി, നിത്യേന വ്യായാമം, പിന്നെ പുകവലി ഒഴിവാക്കുക. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 20 വയസ്സ് കഴിഞ്ഞുള്ള എല്ലാ വ്യക്തികളും, പണ്ടൊക്കെ ഒരു 40 വയസ്സായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ ഹൃദയാഘാതം മൂലം വരുന്ന കാണണം. 20 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി വർഷത്തിലൊരിക്കൽ അവരുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ ഇത് മൂന്നും പരിശോധിച്ച് പരിധിക്കുള്ളിലാണോ നോക്കുക. പരിധിക്ക് പുറത്ത് നിൽക്കുകയാണെങ്കിൽ അത് ആ സമയത്ത് തന്നെ അത് ജീവിതശൈലിയിലെ മാറ്റങ്ങളോടോ അല്ലെങ്കിൽ മരുന്നിലൂടെ ക്രമീകരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭാവിയിൽ ഉണ്ടാകുന്ന ഹൃദയാഘാതം, പക്ഷാഘാതം നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ വർഷത്തിലൊരിക്കൽ ബ്ലഡ് പ്രഷറോ ബ്ലഡ് ഷുഗറോ ബ്ലഡ് കൊളസ്ട്രോൾ നോക്കുന്നതിന് വലിയ തുകയാവുന്നില്ല. അപ്പൊ അത് മാത്രമല്ല നമ്മൾ കൂടുതൽ ബോധവാന്മാരാവുകയും ചെയ്യും. അപ്പൊ ഒരിക്കൽ ഇപ്പൊ എല്ലാ വ്യക്തികളും നമ്മുടെ ബോഡിയിൽ തന്നെ ഓരോ നമ്പറുകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വെയിറ്റ് ഉയരത്തിനനുസരിച്ചായിരിക്കണം. നമ്മുടെ ബ്ലഡ് പ്രഷർ, മേളത്തെ പ്രഷർ 140 താഴെയും താഴത്തെ 90 താഴെ ആയിരിക്കണം. നമ്മുടെ ഫാസ്റ്റിംഗ് ഷുഗർ 70-നും 110-നും ഇടയ്ക്കായിരിക്കണം. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ, മോശം കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ അളവ് 130-ന് താഴെ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പരിധിക്കുള്ളിലാണെങ്കിൽ, പിന്നെ പുകവലിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഒരു ഹൃദയാഘാതമോ പക്ഷാഘാതമോ വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. കോളിലേക്ക് ഒന്ന് പോവാം. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, ചോദിച്ചോളൂ. 7 വർഷമായി ആക്ടിവൈസ് ചെയ്ത ആളാണ്. 8 കൊല്ലമായി. ഓക്കെ. ഷുഗർ ഉണ്ട്, ഒരു 25 വർഷമായിട്ട് ഷുഗറും ഉണ്ട്. അപ്പൊ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് മരുന്നുകളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഈ ഷുഗർ കുറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് രാവിലെ ഓക്സിജൻ 30-70 എന്നുള്ള 50 എടുക്കും, വൈകിട്ട് 20 എടുത്തോണ്ടിരിക്കുന്നത്. ഷുഗർ മിക്കവാറും കുറയുമ്പോ ഞാൻ പിന്നെ എന്തെങ്കിലും മധുരം കഴിച്ചത് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്കൊരു സംശയം എന്ന് പറയുന്നത്, കാരണം ഇടയ്ക്ക് ഇപ്പൊ ഒരു 3-4-5 മാസം കൊണ്ട് കുറയുന്ന എനിക്ക് ഒരു പിന്നെ ശാരീരികമായിട്ട് മാനസികമായിട്ട് അങ്ങ് വല്ലാതെ ബേജാറാവും. കാരണം ഈ ദേഷ്യം വരും, കാണുന്നതൊക്കെ ഒരു വല്ലാത്ത ദുരിതമായ പിരിവിടെ ഒന്നുമില്ലായിരുന്നു. അതൊക്കെ അങ്ങ് അടിച്ചു പൊട്ടിക്കാൻ തോന്നും. അല്ല, അത് ഷുഗർ കുറയാൻ പാടില്ല. ഷുഗർ കുറയുന്നത് ഒരു അപകടമാണ്, എമർജൻസിയാണ്. അത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യണം. കാരണം പെട്ടെന്ന് ഷുഗർ കുറയുന്നത് പെട്ടെന്ന് തലച്ചോറിനെ, ഹൃദയത്തെ ബാധിക്കാം. അപ്പോൾ ഷുഗർ കുറയുന്നത് എന്തുകൊണ്ടാന്നുള്ളത് ഭക്ഷണ രീതി, നമ്മുടെ എടുക്കുന്ന ഇൻസുലിൻ, ഇതിന്റെയൊക്കെ തോതനുസരിച്ച്, അപ്പൊ അതനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അത് ചികിത്സിക്കുന്ന ഡോക്ടറെ കാണിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യണം. അത് എപ്പോഴാണ് സാറിന് ഷുഗർ കുറയുന്നത്? അതിരാവിലെയാണോ ഉച്ചയ്ക്ക് ഊണിന് മുമ്പാണോ? കൂടുതലും കാരണം എനിക്ക് രാവിലെ എനിക്കറിയാം, ഞാൻ യഥാർത്ഥത്തിൽ മധുരമൊന്നും കഴിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് കുറയുമെന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ട്. ഒരു വൈകുന്നേരം 4 മണി 5 മണിക്കകത്ത് വെച്ച് കുറഞ്ഞിരിക്കും, അല്ലെങ്കിൽ 6 മണിക്ക് എപ്പോഴെങ്കിലും കുറയും. അപ്പൊ അതിനുവേണ്ടി പ്രമേയ രോഗികൾ പാലിക്കേണ്ട ഒരു ഭക്ഷണ രീതിയുണ്ട്. അവർ 6 നേരം ഭക്ഷണം കഴിക്കണമെന്നാണ്. കൂടെ ലഘുഭക്ഷണമാണ് അവർ കഴിക്കേണ്ടത്. അപ്പൊ അങ്ങനെ അത് ഒരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണിക്കുമ്പോൾ അവർ വിശദമായിട്ട് പറഞ്ഞു തരും. അത് പാലിക്കണം. നമ്മൾ ഈ 3 നേരമുള്ള ഭക്ഷണവും ഇൻസുലിൻ 2 നേരം എടുക്കുമ്പോഴാണ് മിക്കവാറും ഷുഗർ കുറയുന്നത്. അപ്പൊ നമ്മൾ ഭക്ഷണ രീതി അതനുസരിച്ച് പാലിച്ച് ഇൻസുലിൻ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ വരുന്ന ഒഴിവാക്കാൻ പറ്റും. ഹൈപ്പോഗ്ലൈസീമിയ വരാൻ പാടില്ല, അത് വളരെ ഗുരുതരമാണ്. അത് വരുമ്പോൾ തലച്ചോറിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഈ ദേഷ്യവും ഇതൊക്കെ വരുന്നത്. അത് ഒഴിവാക്കണം. ഓക്കെ, ശരി. സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പ്രോഗ്രാമാണ്. അപ്പോൾ സമയം 4:26 ആണ്. അതായത് നമ്മുടെ പ്രോഗ്രാം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, ഇപ്പൊ നമ്മൾ ആദ്യം ലക്ഷണം പറഞ്ഞില്ല, എനിക്ക് ഒരു സംശയമാണ്. നമ്മൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരുന്ന ലക്ഷണങ്ങളിൽ വ്യത്യാസമുണ്ടോ? സ്ത്രീകൾക്ക് പൊതുവെ, സാറിന് പറയുന്ന സ്ത്രീകൾക്ക് പൊതുവെ കാഠിന്യം കുറവായിരിക്കും. അവർക്ക് ചിലപ്പോൾ നെഞ്ചുവേദന അത്ര തീവ്രമായിട്ട് തോന്നുന്നില്ല. അവർക്ക് അതിന് വരും വിയർപ്പോ അല്ലെങ്കിൽ തളർച്ചയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ പോലൊക്കെ ആയിരിക്കും തോന്നുന്നത്. അപ്പൊ സാധാരണഗതി സ്ത്രീകളാണ് കൂടുതലും ഈ വേദന ഒരു ഗ്യാസാന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം, പേശി വേദന എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാനുള്ള ചാൻസ് ഉള്ളത്.
അങ്ങനെ പറയുന്നുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പൊതുവെ ഇതിന്റെ സിംറ്റംസിന്റെ ഈ രോഗലക്ഷണങ്ങളുടെ തീവ്രത കുറവായിരിക്കും. അത് കാരണം മിക്കവാറും അതിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കുറച്ച് താമസിച്ചായിരിക്കും. അതോടൊക്കെ തന്നെ ഡോക്ടർ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇപ്പോൾ ഒരു പക്ഷേ ECG എടുക്കാനായിരിക്കുമല്ലോ നിർദ്ദേശിക്കുക. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തേടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചികിത്സ രീതി എന്തായിരിക്കാം? തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു നെഞ്ചുവേദന വരുന്നു, ഒരു ECG എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ECG തന്നെ അത് പ്രതിഫലിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ആ രോഗിയുടെ ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആണ്, രോഗിയുടെ വേദനയുടെ രീതി അതൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ രോഗിക്ക് റിപ്പീറ്റ് ECG ഒരു 1-2 മണിക്കൂറിന് ശേഷം ഒന്നും കൂടെ ECG എടുക്കാൻ പറയും. പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു നെഞ്ചുവേദന വന്നൊരു 3 മുതൽ 6 മണിക്കൂർ വരെ ഹൃദയത്തിന്റെ പേശികൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടോ എന്നുള്ള ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ട്രോപ്പോണിൻ T എന്ന് പറയും. അത് ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്തെല്ലാം നോർമൽ ആണെങ്കിൽ പിന്നെ ആ രോഗിയെ നമ്മൾ ഹൃദ്രോഗം പിന്നെയും നമുക്ക് ബ്ലോക്കിന്റെ സംശയം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ TMT ടെസ്റ്റ്, നടന്നുകൊണ്ട് എക്സസൈസ് ടെസ്റ്റ് എന്ന് പറയും, നടന്നുകൊണ്ട് ECG എടുക്കുന്ന ടെസ്റ്റോ എക്കോ ഒക്കെ ചെയ്ത് നോക്കും. ഇതിലെവിടെയെങ്കിലുമൊക്കെ തകരാറുണ്ടെങ്കിൽ രോഗിക്ക് പിന്നെ അടുത്ത ടെസ്റ്റ് ഈ ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന ആൻജിയോഗ്രാം എന്നുള്ള പരിശോധനയാണ്. അത് ചെയ്ത് ബ്ലോക്കിന്റെ തീവ്രത കണ്ടുപിടിച്ചിട്ട് പിന്നെ അതനുസരിച്ചിട്ടാണ് രോഗിക്ക് മരുന്ന് ചികിത്സ മാത്രം മതിയോ അതോ ബലൂൺ ചികിത്സയോ ബൈപ്പാസോ വേണോ തീരുമാനിക്കുന്നത്. പലപ്പോഴും ആദ്യത്തെ ECG വ്യത്യാസം അത്ര തോന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യില്ല, നമ്മൾ തൽക്കാലം ഒരു ഗ്യാസിന്റെ മരുന്ന് കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് റിപ്പീറ്റ് ECG എടുത്ത് നോക്കും. അത് ഞാനിപ്പോ നമ്മുടെ രോഗിയുടെ കൂടെ ഉള്ള വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം കൂടാണ്. ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് അടുത്തുള്ള ഒരു ചെറിയ ക്ലിനിക്കിലോ എന്തെങ്കിലും ചിലപ്പോൾ ചെയ്തു കുഴപ്പമില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മരുന്ന് നൽകി പോവുക എന്നുള്ള സാഹചര്യമാണെന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കാന്നല്ല, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കാം സംഭവിക്കാറുണ്ട്. ഇന്നലെ തന്നെ പറഞ്ഞത് വെച്ച ഒരു ഗിറ്റാറിസ്റ്റ് ബാംഗ്ലൂർ ദുബായിൽ നിന്ന് വരുന്ന വഴിക്ക് നെഞ്ചുവേദന വന്ന് ബാംഗ്ലൂർ പ്ലെയിൻ ഇറങ്ങി ആദ്യത്തെ ECG എടുത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ റെഫർ ചെയ്തു. പക്ഷെ ഓൺ ദ വേ തിരുവനന്തപുരത്തോട്ടുള്ള എയർപ്ലെയിൻ വെച്ച് പുള്ളി മരിച്ചുപോയി. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നെഞ്ചുവേന ഒരു ECG വെച്ച് മാത്രമല്ല, നമ്മൾ നെഞ്ചുവേനയുടെ രീതി, രോഗി ഹൃദ്രോഗം വരാനുള്ള സാധ്യതയുണ്ടോ, അപ്പൊ ഈ ഒരു ECG നോർമൽ എന്ന് വെച്ചാൽ നമുക്ക് ഹൃദ്രോഗത്തിന്റെ അല്ലാന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല. ബാക്കി പരിശോധനകളും അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാം ശരിക്കും വൈൻഡപ്പ് ചെയ്യാൻ സമയമാണ്. എന്താണ് ഡോക്ടറിന് ഈ ഒരു വിഷയത്തിൽ ശ്രോതാക്കളോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് ഏറ്റവും മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഹൃദ്രോഗം നമുക്ക് ഫലപ്രദമായി പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഏതൊരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ലത് വരാതെ നോക്കുന്നതാണ്. പ്രത്യേകിച്ച് ഹൃദ്രോഗം പോലെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവനെ ബാധിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക ചെലവ് വരുന്ന അസുഖമാണ്. അപ്പം നമ്മൾ ഹൃദ്രോഗം വരാതെ നോക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് എല്ലാ വ്യക്തികളും, ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികളും ഒരിക്കലെങ്കിലും പ്രത്യേകിച്ച് ഇതുവരെ ഹൃദ്രോഗം വരാത്ത വ്യക്തികളാണ്, പക്ഷെ അവർക്ക് രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിൽ പോലും അവരുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 6 മാസത്തിലോ ഒരിക്കലോ പരിശോധിച്ച് പരിധിക്കുള്ളിലാണോ എന്ന് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വളരെ സന്തോഷം ഡോക്ടർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ ഹൃദയാഘാതം കാരണങ്ങളും പരിഹാരവുമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മനുവായിരുന്നു. ഡോക്ടറിന് കമന്റ് റേഡിയോ ബെൻസിന്റെ നന്ദി പറയുന്നു. താങ്ക് യു. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി പൂർണ്ണമാകുന്നു. നന്ദി.